2026 മെയ് മാസം 13-ാം തീയതി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 101-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പാൻ ദൈവമായ കർത്താവ് എന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നാം തുടർന്ന് ചിന്തിക്കുന്നത് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഒരുങ്ങി ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പഴയതായിരിക്കുന്ന എല്ലാം മാറ്റിയിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ ഉള്ള ബന്ധത്തിൽ അതിൻ്റെതായ അതിനെ പൂർത്തീകരണത്തിലേക്ക് നയിക്കപ്പെടുന്നതിനെ കുറിച്ചും ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവിടേക്ക് പ്രവേശിക്കപ്പെടുവാനുള്ള നിത്യജീവന യോഗ്യരായിട്ടുള്ള ദൂതതുല്യരായിട്ടുള്ളവരെയും ഒന്നാമത്തെ ആകാശത്തിൽ നിന്ന് അതേൽപ്പിച്ചു കൊടുക്കുന്ന പാപം ചെയ്യാത്ത വിശുദ്ധന്മാരായിരിക്കുന്ന ദൂതന്മാരെയുമാണ് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അവർ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെട്ട ശേഷമായി പിതാവാം ദൈവത്തെ രാജ്യം പരമേൽപ്പിക്കുന്നതോടുകൂടി കർത്താവായ യേശുക്രിസ്തുവിൽ നിക്ഷിപ്തമായിരുന്ന സകല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ട് പുത്രൻ താനും പിതാവിന് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്. എൻ്റെ അർത്ഥം, കീഴടങ്ങിയിരിക്കുന്നതിൻ്റെ അർത്ഥം സകല കാര്യങ്ങൾ തികച്ചു, പ്രവൃത്തി പൂർത്തീകരിച്ചു. അപ്പോൾ മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവം ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളെല്ലാം വചനമാകുന്ന കർത്താവ് പൂർത്തീകരിച്ച് പിതാവിലേക്ക് രാജ്യം ഏൽപ്പിച്ചു. അതോടുകൂടിയാണ് അതുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ക്രിസ്തു എന്ന വചനം ആ പ്രവൃത്തി തികച്ചതിനെയാണ് കീഴ്പ്പെട്ടിരിക്കുക എന്നത് കാണിച്ചിരിക്കുന്നത്. ഈ കൊരിന്ത്യലേഖനം വായിക്കുമ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നും, ഈ പിതാവാൻ ദൈവം വലിയത്, യേശു ക്രിസ്തു രണ്ടാമത്തെ ദൈവമാണ്, പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ദൈവമാണെന്നൊക്കെ ചിന്ത വരും. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. അപ്പം അത് എല്ലാത്തിനും കീഴ്പ്പെടുത്തി കൊടുക്കുന്നവന് കീഴ്പ്പെട്ടിരിക്കുന്ന പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചന പൂർത്തീകരിച്ചു, അത് മുഴുവൻ കംപ്ലീറ്റായി. അത് പിതാവാം ദൈവത്തോട് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് ദൈവവും അവനോട് ചേരാനുള്ള സഭയും ചേർന്നു എന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. കാരണം അവർ വീണ്ടും ഒന്നായി എന്ന് പറഞ്ഞാൽ അതുവരെയും നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഭൂമിയിലായിരുന്നു, കർത്താവ് യേശു ക്രിസ്തു വന്നു പരിശുദ്ധാത്മാവ് ഭൂമിയിലായിരുന്നു. എന്നാൽ ഈ ഒരു പൂർത്തീകരണം ചെയ്യുന്നതോടുകൂടി അതോടുകൂടി അവനോട് ചേരാനുള്ള സഭ കൂടി ചേരുമ്പോൾ പിന്നീട് ഈ പ്രവൃത്തി മനുഷ്യ സൃഷ്ടിയുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിലാണ് പുത്രൻ താനും പിതാവാൻ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കും എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു സൃഷ്ടിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കപ്പെടുവാൻ പാടില്ല. 15-ാം അധ്യായം വായിക്കുമ്പോൾ ചിലർക്കൊക്കെ അത് സംശയം വരും. പക്ഷെ നമ്മളിതേക്കുറിച്ച് ഒരു ഫാമിലി കോൺഫറൻസിൽ തന്നെ മെസ്സേജ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി 1 കൊരിന്ത്യർക്ക് എഴുതിയ 15-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം, സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ, സകലവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അതിൻ്റെ അർത്ഥം അവർ പ്രവൃത്തി തികച്ചു. അത് പൂർണ്ണമായും പിതാവ് ആലോചനയും വചനവും ജീവനും ഒന്നായി പുതുതായി ചേർന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ മണവാട്ടി സഭയുള്ള ബന്ധത്തിൽ ഒന്നായി ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ദൈവം, ഒന്നാം ദൈവം, രണ്ടാം ദൈവം, മൂന്നാം ദൈവം എന്നല്ല, ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കംപ്ലീഷൻ, അത് നമുക്കത് പൂർത്തീകരണം. അതുവരെയും പരിശുദ്ധാത്മാവ് ഭൂമി പ്രവർത്തിച്ചു, യേശു ക്രിസ്തു ഭൂമി പ്രവർത്തിച്ചു. ആ പ്രവർത്തികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടതിനെയാണ് കീഴ്പ്പെട്ടിരിക്കുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞാൽ വചനവും ആലോചനയും ജീവനും ഒരു ക്രിസ്തുവിനോടുകൂടെ ചേർന്ന സഭയും ഒന്നായി കാണപ്പെടുന്നതിനെ കുറിച്ചാണ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ വ്യാഖ്യാന വാക്യങ്ങളായിട്ട് വെളിപ്പാട് 21-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്കാണ് ഇന്ന് രാത്രി നാം തുടർന്ന് ചിന്തിക്കുന്നത്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം
ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥനിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനിരിക്കുന്നതിനിതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്നും അവൻ കൽപ്പിച്ചു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം കണ്ണുനീരും ദുഃഖവും മുറവിളിയൊന്നും ഇല്ലാത്ത പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ചും അവിടേക്ക് പ്രവേശിക്കപ്പെട്ടവരെക്കുറിച്ചുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവാം ദൈവമാണ് ഡിക്ലെയർ ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം പറയുന്ന കാര്യങ്ങൾ, ഒരു ഭൂമിയിൽ നിന്ന് സഭയെ ഒരുക്കിക്കൊണ്ടുപോയ പരിശുദ്ധാത്മാവ്, തൻ്റെ പ്രവർത്തനം തികച്ച പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ, നമുക്കറിയാം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ സിംഹാസനമാണ് പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനം നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ വിശുദ്ധന്റെ ഭർത്താവിനെ അലങ്കരിച്ചുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് പുതുവാനുഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് മണവാളന് വേണ്ടി മണവാട്ടി ഒരുക്കപ്പെട്ട് എടുക്കപ്പെടുന്നു. മണവാട്ടി ഭൂമിയിൽ നിന്ന് ഒരുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യജാതന്മാർ സഭയുള്ള ഭാഗത്ത് എടുക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ മണവാട്ടി സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനോടനുബന്ധമായിട്ട് ഉള്ള വിശുദ്ധന്മാർ തുടർന്നുള്ള 2 ഘട്ടങ്ങളിലായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇപ്പം ഭർത്താവിനായി അലങ്കരിച്ചുള്ള ഒരു നഗരത്തെ വെളിപ്പെടുത്തുമ്പോൾ ആ കല്ലുകൾ എവിടെ നിന്നുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് ഭൂമിയിൽ നിന്ന് ഒരുക്കപ്പെട്ടെടുക്കപ്പെട്ട സ്വർഗീയ തേജസ് പ്രാപിച്ചവരാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇത് അവിടെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കർത്താവ് പ്രത്യേക രത്നങ്ങൾ കൊണ്ടോ മുത്തുകൾ കൊണ്ടോ ഒന്നും പണിയുന്നതല്ല. ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ ശ്വാസമൂതി സൃഷ്ടിക്കപ്പെട്ട മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ അവനെ ദൈവം ശോഭയുള്ളതാക്കി സ്വർഗീയ ശരീരത്തിൻ്റെ തേജസ്സുള്ളതാക്കി മാറ്റി ആ ജീവനുള്ള നഗരം പണിയപ്പെടുന്നത് ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ്. അപ്പോൾ ജീവനുള്ള കല്ലായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്നവരാണ് ഈ പറയുന്ന ഈ യെരൂശലേമിൻ്റെ ഭാഗമായി തീരുന്നത്. ആ ഒരു വ്യത്യസ്തതയാണ് ഇവിടെ കാണുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് പുതുവാനുഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദർശനമാണ് ആത്മവിശുദ്ധിയിൽ യോഹന്നാൻ കാണുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ പരിശുദ്ധമാവാൻ ദൈവം ആണ് ഈ പറയുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. എന്തൊക്കെയാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്, ഇപ്പോൾ എന്തൊക്കെയാണ് ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്കി തീർത്തു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡിക്ലറേഷൻ, പ്രഖ്യാപനമാണ് പരിശുദ്ധമാവ് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് ഈ പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നവരുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യനോട് കൂടെ ദൈവത്തിന് വസിക്കണം. അതുകൊണ്ടാണ് അവൻ്റെ സ്വരൂപ സദൃശ്യത്തിൽ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചിരുന്നത്. അതേക്കുറിച്ച് നമുക്ക് യിരെമ്യാപ്രവചനം 7-ാം അധ്യായം 23-ഉം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ, യിരെമ്യാപ്രവചനം 31-ാം അധ്യായം 33 വാക്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 16-18 വാക്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെ നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം യിരെമ്യാവ് പറയുകയാണ് 31-ാം അധ്യായം, ഞാൻ യിസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാൻ, യിരെമ്യാവ് 31-ാം അധ്യായം 33-ാമത്തെ വാക്യം, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ യിസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന കാലം എങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 16-18 വാക്യങ്ങൾ പറയുകയാണ്, ഞാൻ അവരിൽ വസിക്കുക അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ ജനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ ദൈവം അരുളിച്ചെയ്യുന്നു. അപ്പോൾ പഴയ പുതിയ നിയമങ്ങളൊക്കെ
ദൈവം ആഗ്രഹിച്ചിരുന്നത് മനുഷ്യരോട് കൂടെ ദൈവം വസിക്കാം. എന്നാൽ അത് സാധ്യമാകാത്ത ഒരു കാലഘട്ടമായിരുന്നു പഴയ നിയമം. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യ നടക്കത്തില്ല, കാരണം ഞാൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ ദഹിപ്പിക്കുന്ന ദൈവമാണ്, നിങ്ങളെല്ലാം ദഹിച്ചു പോകും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, എനിക്ക് വരാൻ നിങ്ങളുടെ മധ്യ വസിക്കാൻ കഴിയാത്തതുകൊണ്ട് പെട്ടകമൊക്കെ ഉണ്ടാക്കി അത് പ്രതിനിധാനം ചെയ്തുകൊണ്ട് പെട്ടകത്തെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ദൈവത്തിന് യഥാർത്ഥമായിരിക്കുന്ന കാര്യം അവിടെ വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു പഴയ നിയമത്തിൽ. അതുകൊണ്ടാണ് നിഴലായിട്ടൊന്ന് സമാഗമന കൂടാരം, പെട്ടകം, അതിലെ ഉപകരണങ്ങളൊക്കെ കാണിക്കുന്നത് ഇപ്രകാരമാണ്. പുതിയ നിയമത്തിൽ വന്നപ്പോഴും പിതാവാം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം പാപത്തിന്റെ പരിഹാരം വരുന്നതുകൊണ്ട് ഇന്ന് പഴയ നിയമത്തിൽ നിഴലിലല്ല പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത്, പെട്ടകവും ഭൗമികമായിരിക്കുന്ന കൂടാരവും മാറി അത് മനുഷ്യനായിരിക്കുന്ന നമ്മെ കർത്താവ് പെട്ടകം വഹിക്കുന്ന, ക്രിസ്തുവിനെ വഹിക്കുന്ന മന്ദിരങ്ങളാക്കി ദൈവം മാറ്റി ദൈവത്തിൻ്റെതായിട്ട് വന്നു. അതാണ് പുതിയ നിയമത്തിൻ്റെ വ്യത്യസ്തത. പഴയ നിയമത്തിൽ ടെൻറ്റും ബിൽഡിങ്ങുകളും അവിടെ അതിനുള്ള ബന്ധത്തിൽ മാത്രമായി ദൈവത്തേജസ്സുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെയുള്ള പഴയ നിയമത്തിൽ നിഴലായിരുന്നൊക്കെ മാറിയിട്ട് മനുഷ്യനായിരിക്കുന്നവനെ ദൈവം ശുദ്ധീകരിച്ച് അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം എഴുതി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൂടിവരവിൽ ദൈവത്തിൻ്റെ അതുകൊണ്ട് കർത്താവ് 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവിടെ നടുവിലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞത്. പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു. പഴയ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നത് ആലയത്തിലായിരുന്നു, സമാഗമന കൂടാരത്തിലായിരുന്നു. അതാ യെരൂശലേമിൽ എത്തണമായിരുന്നു, അല്ലെങ്കിൽ എവിടെയാണോ ദൈവ തേജസ് ഇറങ്ങിയെന്ന് അവർക്കത് പ്രാപിച്ചെടുക്കുക. അത് സീനായി പർവ്വതമായിരിക്കാം, മരുഭൂമിയായിരിക്കും, എവിടെയാണെങ്കിലും ദൈവ തേജസ് ഇറങ്ങിയിരുന്ന അവിടെയായിരുന്നെങ്കിൽ അത് പ്രത്യേക സന്ദർഭങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, എപ്പോഴും സ്ഥിരമായി നിങ്ങളുടെ ഇടയിൽ ഞാൻ വസിക്കുവാൻ, എൻ്റെ വചനം വസിക്കുവാനുള്ള ആരാധനയുടെ സൗകര്യങ്ങളാക്കി 2 or 3 പേർ കൂടുന്ന വരുന്ന കൂടിവരവുകളെ കർത്താവ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ദൈവം സജീവമാക്കി തന്നിരിക്കുന്നത് പുതിയ നിയമത്തോടു കൂടിയാണ്. ഇപ്പോൾ കർത്താവ് വസിക്കുന്നത് മന്ദിരങ്ങളിലല്ല, ഇപ്പോൾ കർത്താവ് വസിക്കുന്നത് നമ്മളിലാണ്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ മന്ദിരങ്ങളായിത്തീരുന്നവരാണ് പൊതുവാന ഭൂമിയിൽ ഇറങ്ങി വരുന്ന സ്വർഗീയ സ്വർഗീയ നഗരത്തോടുള്ള ബന്ധത്തിലെ മന്ദിരത്തിനുള്ള ബന്ധത്തിൽ ഉൾപ്പെടുന്നവർ. മന്ദിരമായി തീരണമെങ്കിൽ അവൻ്റെ ആത്മാവ് വസിക്കുന്ന സകലാശക്തിയോട് വേർപെട്ടിരിക്കുന്നവർക്ക് മാത്രമേ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പുത്രന്മാരും പുത്രിമാരുമായി തീരാൻ കഴിയത്തുള്ളൂ. ദൈവപുത്രന്മാർ, ദൈവപുത്രിമാർ എന്നുള്ള ബന്ധത്തിലാകണമെങ്കിൽ അവര് ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവരായിരിക്കണം. അതിനെയാണ് വേർപാട്, സെപ്പറേഷൻ എന്ന് പറയുക. ഇവിടെ പറയുകയാണ്, അശുദ്ധമായതൊന്നും തുടരുത്, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾക്ക് എനിക്ക് പുത്രം. പഴയ നിയമത്തിൽ ജനമായിരിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ജനത്തിനാണ് പ്രാധാന്യം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കുഞ്ഞാടിന് രക്തം മുഖാന്തരമായി പുത്രത്വം നൽകുന്ന ആ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയിരിക്കുന്നു. അതാണ് പുതിയ നിയമത്തിൽ വ്യത്യസ്തത. പഴയ നിയമത്തിൽ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത് അവർ എനിക്ക് ജനമായിരിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ ജനം മാത്രമല്ല, ജനത്തെക്കളപ്പുറമായി മന്ദിരമായി തരുന്ന, അവൻ്റെ മന്ദിരമായി തരുവാനുള്ള വിളിച്ചിരിക്കുന്ന സ്വർഗീയ വിളി പ്രാപിച്ചിരിക്കുന്നവർക്കായി, മന്ദിരത്തോട് ചേരുവള്ളവർക്കായി സ്തോത്രം. അവരെക്കുറിച്ചാണ് പുത്രന്മാരും പുത്രിമാരും എന്ന ബന്ധത്തിൽ സർവശക്തനായ ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിന് പ്രാധാന്യത കൊടുത്തിരിക്കുന്ന ദൈവവും അവൻ്റെ ജനവും എന്ന ബന്ധത്തിലാണെങ്കിൽ, പുതിയ നിയമത്തിൽ പിതാവും ദൈവവും പുത്രന്മാരും പുത്രിമാരും എന്ന ബന്ധത്തിൽ അവനോട് കൂടെ ചേരുന്നവരെ കുറിച്ചാണ് പ്രാധാന്യത്തെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഹലോക ജീവിതത്തിലെ, താൽക്കാലിക ജീവിതത്തിലെ ദൈവകൽപ്പന അനുസരിച്ച് ഇവിടുന്ന് മാറ്റപ്പെടുന്ന സകല മനുഷ്യരും പിതാവാന്തയുമായിട്ടുള്ള നിത്യതയിലെ സമാഗമനമാണ് ഉണ്ടാക്കാനുള്ള നാളിൽ പൊതുവാന ഭൂമിയിൽ. ഇപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയല്ല, ദൈവമായി ബന്ധപ്പെടുന്ന, ദൈവമായിട്ട് ബന്ധമുള്ളവർ ഒരു നാളും അവരുടെ ശരീരം മണ്ണോട് ചേർന്നാലും ആത്മാവ് സജീവമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാധനയിലായിരിക്കും. എന്നാൽ അതിനുശേഷമായിട്ട് സമയാസമയങ്ങളിൽ ദൈവം അവർക്ക് പുനരുത്ഥാനം കൊടുത്തുകൊണ്ട് എന്നേക്കും ദൈവമായിട്ടുള്ള സഹവാസത്തിൽ, സമാഗമനത്തിൽ ഒരുമിച്ച് ജീവിപ്പാനുള്ള ഭാഗ്യമാണ് ദൈവം മനുഷ്യവംശത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു സൃഷ്ടികൾക്കും അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായിരിക്കുന്ന സൃഷ്ടി ഏത് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യ സൃഷ്ടിയാണെന്നും അതിലെ
അതിമഹത്തായ പദവി എന്തെന്ന് ചോദിച്ചാൽ അവനോട് ചേരുവാൻ ഭാഗ്യം ലഭിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയാണെന്നുമുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അപ്പോൾ ഈ പുതിയ ആകാശ പുതിയ ഭൂമിയെ ഇവിടെ യോഹന്നാൻ വിവക്ഷിച്ച് അവിടെ ദർശിച്ചു കണ്ടു പറയുകയാണ്, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസനിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പറയുകയാണ്, ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ യോഹന്നാൻ ഇവിടെ കാണുന്നതിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടിനായി അവൻ കണ്ടു എന്നാണ് പറയുന്നത്. അവൻ ദർശനത്തിൽ കാണുകയാണ്. സിംഹാസനം ഒരു മഹാശബ്ദം പറയുന്നതായി കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കുവാർ, അവന്റെ ജനമായിരിക്കും, ദൈവം താൻ ദൈവം അവരുടെ കൂടെ ഇരിക്കും. അപ്പോൾ ഇവിടെ ദൈവം താൻ അവരോട് ജനത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടത് എന്ന് നടക്കുന്ന സംഭവമാണ് പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമാക്കണം, വളരെ നിശ്ചയമായിട്ട് പഠിക്കണം. ഇത് പറഞ്ഞ അന്നല്ല ദൈവം നമ്മുടെ കണ്ണിനെല്ലാം തുടയ്ക്കുന്നത്. എന്നാ സംഭവിക്കുന്നത്? പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. അപ്പോൾ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് അവിടേക്ക് പ്രവേശിക്കപ്പെടുന്ന ദൂതതുല്യരായിരിക്കുന്ന മനുഷ്യരോടുള്ള ബന്ധം, ജനത്തോടുള്ള ബന്ധത്തിലാണ് ദൂത് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ദൈവ സഭയാകുന്ന ആദ്യജാതന്മാരുടെ സഭയോടോ സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന വിശുദ്ധ നഗരത്തിന്റെ ഭാഗമായിരിക്കുന്നതോടുള്ള ബന്ധത്തിലല്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വേണം ഇത് നമ്മൾ ചിന്തിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചിട്ട് ഇത് ഇപ്പോൾ പൊതുവാന ഭൂമിയിലാണ് ദൈവം നമ്മുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നെങ്കിൽ ഇതിന് ശേഷം നമ്മൾ മധ്യാകാശം എടുക്കപ്പെട്ട ശേഷം കണ്ണീര് കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വചനം അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് വേണം വിവേചിക്കാനായിട്ട്. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടം പോലെ വിവേചിക്കാനുള്ള അതുപോലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാൻ പാടില്ലാത്തത്. ഇപ്പൊ ഈ വചനം പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നവരുടെ ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതല്ലാതെ മണവാട്ടി സഭയെക്കുറിച്ചോ സ്വർഗദേശ പ്രാപിക്കുന്നതിനെ കുറിച്ചോ അല്ല പറഞ്ഞിരിക്കുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ നഗരത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാഖ്യാനിക്കണം, ശരിയായ രീതി വ്യാഖ്യാനിക്കണം. അതായത് വായിച്ചിട്ട് നമ്മുടെ കണ്ണിനെല്ലാം ദൈവം തുടച്ചു കളയുന്നത് ഉണ്ടാക്കാനുള്ള ദിവസത്തിലാണെന്ന് പഠിപ്പിക്കരുത്, ചിന്തിക്കരുത്. അങ്ങനെയാണോ? അല്ല. നമ്മൾ കർത്താവോട് ചേർന്ന് കഴിഞ്ഞാൽ മധ്യാകാശ പ്രത്യക്ഷയുടെ ബന്ധത്തിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? പിന്നീട് നമുക്ക് അതിന് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ കർത്താവോട് ചേരുകയല്ല നമ്മൾ ചെയ്യുന്നത്. കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞാൽ മധ്യാകാശ പ്രത്യക്ഷത മുതലുള്ള അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കണ്ണീരും ദുഃഖമൊന്നുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് വ്യത്യസ്തത ഞാൻ മനസ്സിലാക്കി തരികയാണ്, പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ അവരോട് ജനമായിട്ട് വസിക്കും. ഇത് പറഞ്ഞാൽ മതി, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് വ്യത്യസ്ത തന്നെയാണ് ദൈവസഭയും അവരോട് ചേരുന്ന സ്വർഗദേശം പ്രാപിക്കുന്നവരും അല്ലാത്ത തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുത്തിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കത്താൽ മതി. ഇത് വായിച്ചിട്ട് ഇത് നമ്മളോടുള്ള ബന്ധത്തിലാണ്, ആദിജാതന്മാരുടെ സഭയോടുള്ള ബന്ധത്തിലാണെന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ തെറ്റിപ്പോയി. കാരണം അന്നേരം ഉടനെ ചോദ്യം വരും, 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് സ്വർഗദേശം പ്രാപിക്കുക നമ്മൾ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല. ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരെ കുറിച്ച് നിത്യ യോഗ്യതയുള്ള നീതിമാന്മാരുടെ ഭൗമികദേശ പ്രാപിക്കുന്ന ദൂതതുല്യരായിരിക്കുന്നവരോടുള്ള ബന്ധത്തിലാണ്, ജനത്തോടുള്ള ബന്ധത്തിലുള്ള ദൂതാണിത് പരിശുദ്ധാത്മാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അല്ലാതെ വേദവസ്തം വായിച്ചിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് ഇത് എന്നോടുള്ള ദൂതാണ് എന്നോടുള്ളതാണെന്ന് പറയരുത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിരയാണുള്ളത്. നമ്മൾ ഈ ഘട്ടത്തിൽ നിന്ന് വളർച്ച പ്രാപിച്ച് മധ്യാകാശ പ്രത്യക്ഷ എടുക്കപ്പെടണം. അന്ന് എടുക്കപ്പെട്ടാൽ നമ്മുടെ കണ്ണുനീരും ദുഃഖവും എല്ലാം മാറി ജീവനോടുകൂടെ കർത്താവിനോട് നമ്മൾ ചേർക്കപ്പെട്ടു. പിന്നീട് ഒരു നാളും കരയേണ്ട ആവശ്യമില്ല, കണ്ണുനീരോടെ അങ്ങനെ ഇല്ല. സ്വർഗദേശം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പക്ഷെ എന്നാൽ കണ്ണുനീരൊക്കെ ഉണ്ടായിരുന്ന ഒടുക്കത്തെ നാൾ വരെ ഉണ്ടായിരുന്ന ജനത ആ ദൈവത്തിന്റെ വേണ്ടി ജീവിച്ചവരുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കപ്പെടുവാൻ അവർ പുനരുത്ഥാനം പ്രാപിച്ചു വരുന്നത് ഉണ്ടാക്കാനുള്ള ദിവസത്തിലാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ ഉണ്ടാക്കാനുള്ള ദിവസത്തിലേക്ക് പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം താൻ അവരുടെ ദൈവം അവരുടെ കണ്ണിനെല്ലാം തുടച്ചു കളയും. മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കർഷകയും ഉണ്ടാകുകയില്ല,
ഒന്നാമത്തേത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെ ഇതേ വചനം തന്നെ നമുക്ക് വെളിപ്പാട് ദിവസം 7-ാം അധ്യായത്തിലും രേഖപ്പെടുത്തുന്നു. 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും 7-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും മറ്റൊരു കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം വെളിപ്പാട് ദിവസത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ അത് ആരോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ അതിൻ്റെ സെപ്പറേഷൻ, വ്യത്യസ്തത മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പൊതുവെ വായിച്ചു പോകാൻ കണ്ണെല്ലാം തുടച്ചു കളയുന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ കാഴ്ചപ്പാടെന്നാണ് 7-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സിംഹാസനത്തിൻ മധ്യയുള്ള കുഞ്ഞാടുവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇത് പറഞ്ഞിരിക്കുന്നത് രക്തസാക്ഷികളായിട്ടുള്ളവർ പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ദൈവം തുടച്ചു കളയുന്നു, അവരുടെ കക്ഷയെല്ലാം മാറി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണുനീരൊക്കെ തന്നെ മാറിപ്പെടുന്നു. എന്നാ നാം മാറ്റപ്പെടുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിലാണോ? അല്ല. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്ന ഒടുക്കത്താളുടെ പുനരുത്ഥാനത്തിലാണോ? അല്ല. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്നത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിലാണ്. അപ്പോൾ നമ്മളെ പുനരുത്ഥാനത്തിൻ്റെ സ്വർഗീയശരീരത്തെ ആക്കി കഴിഞ്ഞാൽ പിന്നീട് കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത സ്വർഗീയദേശ ഉടമകളായി നമ്മൾ തീരുന്നു. എന്നാൽ അതിനുശേഷമായി പറഞ്ഞിരിക്കുന്ന 7-ാം അധ്യായം 17-ാം വാക്യവും 21-ാം അധ്യായം 4-ാം വാക്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് അതിനോടുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അവിടെ ഒത്തുവാക്യം എടുത്തു വെച്ച് വായിച്ചിട്ട് ഇതെല്ലാം ഒന്നാണെന്ന് ചിന്തിക്കരുത്. ഇതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കിയാൽ കൂടുതൽ ഇതേക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ വ്യത്യസ്തത മാത്രം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് വിശപ്പും ദാഹവും ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗീയ ശരീരം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിശപ്പും ദാഹവും ഉണ്ടാകിയില്ല. കണ്ണുനീർ തുടച്ചു കളയുന്നതിനാൽ കണ്ണുനീർ കാണുകയില്ല. 21-ാം അധ്യായം 4-ാം വാക്യം. ദുഃഖവും മുറവിളി കഷ്ടതയും കാണുകയില്ല. 21-5. മരണം ഇനി ഉണ്ടാകുകയില്ല. 21-5. പക്ഷേ മരണം ഇനി ഉണ്ടാകുകയില്ല എന്ന് 7-ാം അധ്യായത്തിൽ പറഞ്ഞില്ല. കാരണം ഒന്നാമത്തെ പുനരുത്ഥാനം കഴിയുന്നതോടുകൂടി മരണം നീങ്ങിപ്പോകുന്നില്ല. ഇപ്പോൾ വേദപുസ്തകത്തിൻ്റെ വചനത്തിൻ്റെ പഠനത്തിൽ അത് വളരെ ശ്രദ്ധയോടെ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൽ തമ്മിലുള്ള വ്യത്യസ്തതകൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നോട് പറഞ്ഞില്ല. യശയ്യാവിന്റെ പുസ്തകത്തിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ 60-ാം അധ്യായം പറയുന്നത് മരണം മാറിപ്പോയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് മരണം ഇവിടെ ഉണ്ട്. ബാലൻ 100 വയസ്സുള്ള മരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെ മരണം ഇനി ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ നിത്യതയുള്ള ബന്ധത്തിലാണ് മരണം ഇനി ഉണ്ടാകുകയില്ല എന്നാൽ ഒടുക്കത്തെ നാൾ വരെ മരണം ഉണ്ടായിരിക്കും. രോഗവും ശാപവും ഉണ്ടാകുകയില്ല. രോഗവും ശാപവും ഉണ്ടാകുകയില്ല എന്നുള്ള 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇലജാതികളുടെ രോഗത്തിന് ഉതകുന്നു, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 22-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലാണ് അതേക്കുറിച്ച് 3-4 വാക്യങ്ങളാണ് അതേക്കുറിച്ചിവിടെ പറഞ്ഞിരിക്കുന്നത്. അശുദ്ധമായത്, മ്ലേച്ഛത, ഭോഷ്ക് എന്നിവ കാണുകയില്ല. 22-ാം അധ്യായം 2. എന്തൊക്കെ കാണുകയില്ല എന്നുള്ളത് ചിന്തിക്കുമ്പോൾ വെളിപ്പാടസ്ഥ പഠനത്തിൽ എന്തൊക്കെ കാണാത്തതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശപ്പും ദാഹവും ഉണ്ടാകുകയില്ല. വിശപ്പും ദാഹവും ഉണ്ടാകുകയില്ല. ആഹാരം കഴിക്കത്തില്ലെന്നല്ല, പക്ഷെ നമ്മളിവിടെ കഴിക്കുന്ന പോലെ വിശന്നിട്ട് ദാഹിച്ചിട്ട് കഴിക്കേണ്ട അനുഭവം വരത്തില്ല. ജീവൻ നിലനിർത്താൻ വേണ്ടി ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിത്യജീവനാണ്. വ്യത്യാസം മനസ്സിലാകണം. ഇപ്പം നമ്മൾ ആഹാരവും വെള്ളം കഴിക്കുകയും കുടിക്കുകയും നമ്മൾ മരിച്ചു പോകും. അല്ലേ? മരിച്ചു പോകത്തില്ലേ? മരിച്ചു പോകും. ശ്വസിച്ചില്ലേ? മരിച്ചു പോകും. പക്ഷേ നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആഹാരവും വെള്ളം കുടിക്കുന്നത് ഇപ്പം കർത്താവായ യേശുക്രിസ്തു ഉയർത്തതിന് ശേഷം വെള്ളം ആഹാരം കഴിച്ചില്ല, കഴിച്ചു. ഇവിടെ വിഷത്തിന്റെ ഫലം കഴിക്കാൻ കിട്ടുന്നില്ലേ? അപ്പം അങ്ങനെയാണ് വിഷമം താകുമല്ലേ, പിന്നെ എന്തിനാ പിന്നെ ആഹാരം എന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കി പോകാനായിട്ട്. വിഷമം താകുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാ ആഹാരം കഴിക്കുന്നത്? പിന്നെ എന്തിനാ ഈ ഇരുകരയിലും ജീവന്റെ വിഷവ് എന്തിനാ നിൽക്കുന്നത്? അപ്പം നമുക്കൊരു സംശയം തോന്നും. പിന്നെ എന്തിനാ ഈ വെള്ളം, ജീവന്റെ വെള്ളം എന്തിനാ കുടിക്കുന്നത്? എന്തിനാ ഒരിടത്ത് കുടിക്കാൻ പറയുന്നു, ഒരിടത്ത് പറയുന്നു വിശപ്പും ദാഹവും ഉണ്ടാകുകയില്ല. കഥാ പറഞ്ഞ് എൻ്റെ അടുക്ക് വരുന്ന ഒരു നാൾ വിശക്കയിൽ ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞു. അതേക്കുറിച്ചൊക്കെ പറയുമ്പോൾ
ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ശ്രദ്ധിച്ചെടുക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം കർത്താവ് തൻ്റെ പ്രവൃത്തിയെ തികച്ചാണ് അവൻ്റെ ആഹാരം. കർത്താവോട് ചേരാനുള്ളതാണ് അവൻ്റെ ദാഹം. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആഹാരം പിതാവ് കൊടുത്ത പ്രവൃത്തി തികയ്ക്കുകയായിരുന്നു. ദാഹത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, അവനോട് നീർത്തോട് ചെല്ലുവാൻ കാംക്ഷിച്ചു എൻ്റെ ആത്മാവ് അവനോട് ചേരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജഡത്തിൻ്റെ വിശപ്പ് അതുകൊണ്ട് ആത്മാവിൻ്റെ ആഹാരവും ആത്മാവിൻ്റെ ദാഹവും ഉണ്ട്. പക്ഷേ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നമ്മുടെ ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും എല്ലാം ഒരുപോലെ വിടുതലാണ് ലഭിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ വസിച്ചു കഴിഞ്ഞാൽ, അവനെ കണ്ടു കഴിഞ്ഞാൽ, അവനുമായി വസിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പും ദാഹവും ഉണ്ടാകുകയില്ല. ഇപ്പം ജഡപരമായിട്ടുള്ള വിശപ്പും ദാഹവും ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തികഞ്ഞ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അവനോട് ചേർന്ന് കഴിഞ്ഞാൽ, അവൻ്റെ പ്രവൃത്തി തികച്ചു കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് അങ്ങനെ ഒരു ദാഹവും ദുഃഖവും ആവശ്യം വരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വിശപ്പും ദാഹവും ഉണ്ടാകുകയില്ല എന്ന് പുനരുത്ഥാനം പ്രാപിച്ചോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം വിശപ്പും ദാഹവും ഉണ്ടാകിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ജീവജലനദി, പിന്നെന്തിനാണ് ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്നത് പറഞ്ഞാൽ, അത് കഴിക്കുന്നത് നമുക്ക് അവകാശമാണ്. അത് കഴിക്കുന്നത് ഒരിക്കലും ജീവൻ നിലനിർത്താൻ വേണ്ടിയല്ല, കാരണം നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം അതെന്തിനു വേണ്ടിയാണ് കഴിക്കുന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തുന്നത്. നമുക്ക് വിശുദ്ധമായി തന്നിരിക്കുന്നു, നമ്മുടെ പദവിയാണ്, അത് കഴിക്കാം. പക്ഷെ അത് കഴിച്ചതുകൊണ്ടല്ല നമ്മൾ നിലനിൽക്കുന്നത്, അത് ദൈവം തന്നിരിക്കുന്ന അവകാശമാണ്. അപ്പോൾ നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെയുള്ള ആഹാരം, പിന്നെ നിത്യജീവൻ പ്രാപിച്ചവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, അവർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നതാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലവും ജീവജല നദിയിലെ വെള്ളവും കുടിക്കാനുള്ള അവകാശം. അത് സമ്പുഷ്ടമായി സമൃദ്ധിയായി ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ വേണം വിശപ്പും ദാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. കണ്ണുനീർ തുടച്ചു കളയപ്പെടുന്നതിനാൽ കണ്ണുനീർ കാണുകയില്ല. എന്നാൽ ഭൂമിയിൽ കണ്ണുനീർ നമുക്കുണ്ട്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് ദൈവമക്കളാണ്. അവനെന്നും കണ്ണുനീരാണ്, എന്നും കരച്ചിലാണ്. ഒരു വിഷയം മാറുമ്പോൾ അടുത്ത വിഷയം അവന് വന്നിരിക്കും. നമ്മൾ വിചാരിക്കും ഒന്ന് സ്വസ്ഥമായല്ലോ, ഒന്ന് സന്തോഷിക്കാമല്ലോ എന്നൊക്കെ ഒരു വിടുതലിൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്ത വിഷയം വരുന്നത്. ഭാരപ്പെട്ടു പോകണ്ട, ഇവിടെ കരയാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ഒരു നാൾ കരയാത്ത ഒരു സന്തോഷകരമായ നിത്യത്തിലേക്കാതെ നമ്മളെ മാറ്റുന്നത്. എന്നാൽ പല്ലുകടിയും കരച്ചിലും ഒരിക്കലും മാറാത്ത ഒരു നിത്യനരകാഗ്നിയുണ്ട്. ഈ താൽക്കാലികമായ ജീവിതത്തിൽ എനിക്കെന്നും എന്താണ് ഇത്ര കരച്ചില്, ഞാൻ എന്തിനാണ് ഇത്രയും കരയുന്നത്, എന്തിനാണ് ഭാരപ്പെടുന്നതെന്ന് പറയുമ്പോൾ ദൈവം പറയും, ഇവിടെ നീ കരഞ്ഞാലും അത് സാരമില്ല, നിന്റെ കണ്ണുനീർ എൻ്റെ തുരുത്തി ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തുന്നുണ്ട്. നാം കരയുന്ന കണ്ണുനീരിൻ്റെ അളവുകൾ, അതൊരു പക്ഷേ ഒരു തുള്ളി കണ്ണുനീരെ വീഴുന്നുള്ളെങ്കിലും ദൈവം കാണുന്നത് വലിയൊരളവായിട്ട്. ഒരു മനുഷ്യൻ്റെ കണ്ണുനീർ വരണമെങ്കിൽ അതവൻ്റെ ഹൃദയം തകരണം, അപ്പോഴാ കണ്ണുനീർ ഒഴുകുന്നത്. അപ്പോൾ ആ കണ്ണുനീർ ഗ്രന്ഥിരുന്ന് കണ്ണുനീർ ഒഴുകുമ്പോൾ അവൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നു എന്ന് ദൈവം മനസ്സിലാക്കുമ്പോൾ, തകർന്ന മനസ്സിനെ നിരസിക്കാത്ത ദൈവം അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന് പിന്നീട് കർത്താവ് അടുത്ത് വന്ന് അങ്ങനെ ആശ്വസിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവനോടുകൂടെ നിത്യമുള്ളത് കൊണ്ട് കരയേണ്ട ആവശ്യമില്ല. എന്നാൽ നിത്യനരകാഗ്നിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരുടെ കരച്ചിലും പല്ലുകടിയും ഒരിക്കലും മാറാത്തതാണ്. നിത്യമായിരിക്കുന്ന കരച്ചിലും പല്ലുകടിയും അവർക്കുണ്ടാകുന്നത്. അവിടെ വിശപ്പും ദാഹവും തീരുന്നില്ല. നമുക്കറിയാമല്ലോ, ധനവാനുല്ലാസമുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ആത്മാവ് പറയുകയാണ്, വല്ലാതെ ഇവിടെ കിടന്ന് ദാഹിക്കുന്നു എന്ന്. ഇഷ്ടംപോലെ കുടിച്ചട്ടഹസിക്കുന്ന നീതിയെ മാർഗത്തേക്ക് ഉപേക്ഷിച്ച് ലോകത്തിന്റെ ജീവിതത്തിൽ അത് സന്തോഷിച്ചേക്കാം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ, ഞാൻ പറയുന്നത്, ജീവിച്ചോ, ഇവിടെ നീ അട്ടഹസിച്ചോ, നീ സന്തോഷിച്ചോ, ഉല്ലസിച്ചോ, ഡാൻസ് ചെയ്തോ, മേളം നടത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാത്തിരിക്കുന്ന വലിയൊരു നിത്യനരകാഗ്നിയുണ്ട്. അവിടേക്ക് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആര് നിന്നെ രക്ഷിക്കോടുന്നു? ഒരാളോട് ചോദിച്ചു, ദൈവമുണ്ടോ ഇല്ലയോ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഒരു സെക്യുലർ ആയിട്ടുള്ള ചിന്താഗതിക്കാണ്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്,
ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടിനി ഞാൻ നന്നായിട്ട് ജീവിച്ചിട്ട് ഞാൻ മരിച്ചുപോയി ദൈവം ഇല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാനില്ല. ശ്രദ്ധിക്കണം, ശരിയല്ല? നമ്മളിതൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നതല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സാധാരണ വിശ്വാസമുള്ളവരുണ്ട്. എന്നോട് വിശ്വസിക്കുന്നത് ജീവിതത്തിൽ ആ പാപമൊന്നും ചെയ്യാതെ ഏകദേശം മനസ്സാക്ഷിയോട് ജീവിക്കുമ്പോൾ അവിടെ മനസ്സിൽ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് ദൈവം ഉണ്ടെങ്കിൽ ഞാൻ തിന്മയൊന്നും ചെയ്യാതെ എന്നെ കൊണ്ട് തന്നെയൊക്കെ ചെയ്ത് നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് പോയാൽ എൻ്റെ മരണശേഷം ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അവന് അതിൻ്റെ തക്കകളിലേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടുന്നത്. ഭൂരിപക്ഷം ആൾക്കാർ ദൈവത്തെ ഭയപ്പെടുന്നത്. ഇനി ദൈവം ഇല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. ഇനി ദൈവമുണ്ട്, ന്യായം വിധിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം കൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആര് രക്ഷിക്കും? എന്ത് ചെയ്യും? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്. നമ്മൾ ആ കൂട്ടത്തിലുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ബുദ്ധിയാണ്, ഒരു ജ്ഞാനമാണ്. ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ജീവിച്ചിട്ട് തലകുത്തി ജീവിച്ച് അവിടെ പ്രാണൻ വിട്ട് കഴിയുമ്പോൾ വിടുന്ന സമയത്ത് അറിയാം ദൈവം ഉണ്ടായിരുന്നു, ഇരുളുണ്ടായിരുന്നു, വെള്ളമുണ്ടെന്നുള്ള മനസ്സിലാകും. അതാണ് മരണത്തിന്റെ ഭയം, വേദന ഉണ്ടാകുന്നത്, മൃത്യുഭീതി പിടിക്കുന്നത്. മരണക്കിടക്കയിലാണ് മൃത്യുഭീതി വന്ന് പിടിക്കുന്നത്. അന്നേരം കൈകാലിട്ടടിക്കും. രാത്രി ഞാനിത് പറയുന്നത്, ദൈവമുണ്ട് എന്നുള്ളത് നാം വിശ്വസിക്കുന്നത് നസറേയനായിരിക്കുന്ന യേശുവോടെ വന്ന് വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. പഴയ നിയമത്തിന്റെ തെളിവ് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ്. ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ച്, വചനമാം ദൈവത്തെക്കുറിച്ചും പരിശുദ്ധമാവാം ദൈവത്തെക്കുറിച്ചും പുത്രനാം ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ വേദപുസ്തകത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. ആരംഭത്തെക്കുറിച്ചും അവസാനത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ അക്കമിട്ട് എണ്ണമിട്ട് നിരത്തിയിരിക്കുന്നതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. പറഞ്ഞാൽ ഒന്നാം മനുഷ്യൻ ആദം മുതൽ തലമുറകൾ വരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇവിടെ ജനിക്കുന്ന നമ്മുടെയൊക്കെ പുറകോട്ടുള്ള തലമുറകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എത്ര തലമുറ പറയാൻ പറ്റും? എല്ലാവരുടെയും ഒന്നോ രണ്ടോ തലമുറ വരെ മാക്സിമം. ഇപ്പോൾ ഒരു തലമുറ തന്നെ അടുത്ത തലമുറയെ കുറിച്ച് കഴിഞ്ഞാൽ ഓർക്കത്തില്ല, അറിയത്തില്ല. പിന്നെ ഈ കുടുംബ പേരുകളൊക്കെ ഒഴുകുന്ന കുടുംബയോഗങ്ങളോ കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇന്നടുത്ത് ഇന്ന ശാഖയാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത്, എന്നാൽ അങ്ങനെ അല്ല. മനുഷ്യന് സാധ്യമല്ലാത്തതിന് ദൈവം സാധ്യമാക്കിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ കണ്ണിമുറിഞ്ഞു പോയിട്ടില്ല. തലമുറകൾ ആദം മുതൽ ക്രിസ്തു വരെയുള്ള തലമുറകളെ കുറിച്ച് വ്യക്തമായി പുതിയ നിയമത്തിൽ എഴുതിയിട്ട് ആ വാക്യഭാഗം എഴുതിയിരിക്കുന്നത്. കണ്ണിമുറിയാത്തൊരു പുസ്തകമുണ്ടെങ്കിൽ, കഥയല്ലാത്തൊരു പുസ്തകമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്, തിരുവചനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത്. അതിനകത്ത് കഥയല്ലേ, ആദം മുതലുള്ള തലമുറകളെ എഴുതി വെച്ചിരിക്കല്ലേ. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കല്ലേ. 10 സുവിശേഷം ലൂക്കോസ് എഴുതി വെച്ചിരിക്കല്ലേ. ഇനി അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരിക്കാം, പക്ഷേ തലമുറകളോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ണിമുറിഞ്ഞു പോയിട്ടില്ല. നീതിമാന്മാരുടെ തലമുറയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചരിത്രത്തിന്റെ അതായതുകൊണ്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തീകരിക്കപ്പെടുന്നത് കൊണ്ട് വരുവാനുള്ളതും നിശ്ചയമായിരിക്കും. പുതിയ ആകാശ പുതിയ ഭൂമി ഉണ്ടായിരിക്കും. പഴയതെല്ലാം കഴിഞ്ഞു പോകും. മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, രോഗമില്ലാത്ത, ശാപമില്ലാത്ത, രാത്രിയാകുന്ന ഇരുളിന്റെ വ്യാപാരമില്ലാത്ത, അശുദ്ധമായതില്ലാത്ത, മ്ലേച്ഛതയില്ലാത്ത, ഭോഷ്കില്ലാത്ത, അതേ കണ്ണുനീരില്ലാത്ത, വിശപ്പും ദാഹവുമില്ലാത്ത, മരണമില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി മനുഷ്യവംശത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുമ്പോൾ രാത്രിയിൽ മറന്നു കളയരുത്. ഇതെല്ലാം ഉണ്ട്. ഇവിടെ അശുദ്ധിയുണ്ട്, മ്ലേച്ഛതയുണ്ട്, ഭോഷ്കുണ്ട്, ഇരുളിന്റെ വ്യാപാരമുണ്ട്, രോഗമുണ്ട്, ശാപമുണ്ട്. ഇവിടെ മരണമുണ്ട്, ദുഃഖവും മുറവിളിയും കഷ്ടതയുമുണ്ട്, കണ്ണുനീരുണ്ട്, വിശപ്പും ദാഹവും ഉണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇപ്പോൾ. എന്നാൽ ഇതെല്ലാം കാണും, നിത്യതയിൽ കാണും. എവിടെയാ കാണുന്നറിയാമോ? അത് ഇരുളിന്റെ ഭാഗമായി നിത്യനരകാഗ്നിയിൽ ഇതെല്ലാം കാണും. വിശപ്പ് കാണും, ദാഹം കാണും, കണ്ണുനീരുണ്ട്, കരയും, ദുഃഖവും മുറവിളിയും കഷ്ടതയുമുണ്ട്. മരണം അത് നിത്യമരണമാ. അവിടെ രോഗം എന്ന് പറഞ്ഞാൽ ശാപം, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശാപം, ഒരു പരിഹാരമില്ലാത്ത ഒരവസ്ഥ. രാത്രിയാകുന്നില്ല വ്യാപാരം ഇരുളിലാണ് മുഴുവൻ കിടക്കുന്നത്. അശുദ്ധമായതും മ്ലേച്ഛത, ഭോഷ്കതെല്ലാം ഒന്നിച്ചു കിടക്കുക. കൊല്ലപ്പെട്ടവനും കൊന്നവനും ചതിച്ചവനും ചതിക്കപ്പെട്ടവനും അങ്ങനെ ഏതെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ
അവരെല്ലാം കൂടി ഒരിക്കലും കാണരുതെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയവരെല്ലാം ഒരുമിച്ചു കാണേണ്ട ഒരു സ്ഥലമാണ് നിത്യനരകാഗ്നി. എന്നാൽ കാണണമെന്ന ആഗ്രഹത്തോടെ ഇവിടുന്ന് വിട പറയുന്ന വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ച് കാണുന്ന സ്ഥലമാണ് പുതിയ ആകാശ പുതിയ ഭൂമി. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മളെല്ലാം ഇനി ഒരിക്കലും തമ്മിൽ ഒരിക്കലും കാണരുതെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ജീവിക്കുന്നവരല്ല, തമ്മിൽ കാണണമെന്നുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മയുള്ളവരാണ്. ആ കൂട്ടായ്മക്കാരെല്ലാം ഒരുമിച്ച് കാണും പുതിയ ആകാശ പുതിയ ഭൂമിയിൽ. ഇവിടെ വാശിയും വൈരാഗ്യവും അസൂയയും തമ്മിൽ കുത്തും വഴക്കും പിണക്കവും നാശവും നടത്തി തമ്മിൽ കാണണ്ട എന്ന് പറഞ്ഞു പോയി മരിച്ചു പോകുന്ന എല്ലാവരും ഒരുമിച്ച് അവിടെ നിത്യതയിൽ കാണണം. നീ എവിടെ പോവും? അതുകൊണ്ട് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, തെറ്റിലകപ്പെട്ടു പോകരുത്. നാം ആഗ്രഹിക്കുന്നത് അവനോടുകൂടെ നിത്യം വസിക്കാൻ വേണ്ടിയാണ്. ആ ഒരു വാസത്തിൽ വരുമ്പോൾ അവിടെ ഇല്ലാത്തതിനെ കുറിച്ചോടെ വേദവസ്തുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പറയുകയാണിത് വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ ചില വിചാരിക്കുന്നതൊക്കെ വെറുതെയാ, ഇതിനൊന്നും കാരണമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പറയുക, ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ്. ഇത് വിശ്വാസയോഗ്യമാണ്, സത്യമാണ്. അത് വിശ്വസിച്ചേ മതിയാകുള്ളൂ, സംശയിക്കരുത് എന്ന് ഈ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിശ്വസിക്കത്തക്കവണ്ണമുള്ള ചില ചിന്തകൾ കൊണ്ടുവരും. നമ്മുടെ കാര്യത്തിൽ കൊണ്ടുവരും ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഉള്ളിലേക്ക് വരും അല്ലേ? നമ്മുടെ ഉള്ളിലൊക്കെ വരും. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉള്ളതാണോ? ഈ പറയുന്ന പുതിയ ആകാശ പുതിയ ഭൂമി വരുമോ? ഇങ്ങനെയുള്ള ഒരു നഗരം ഇറങ്ങി വരുമോ? ഇതൊക്കെ ശരിയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ വരാം. അപ്പോൾ ഇവിടെ പറയുക, ഇതൊക്കെ വിശ്വാസയോഗ്യവും സത്യവുമാണ്. കർത്താവ് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നത് വിശ്വാസയോഗ്യവും എല്ലാവരും വിശ്വസിപ്പാൻ തക്കതാണ് അല്ലേ? തിമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞു, ഇത് വിശ്വാസയോഗ്യവും സത്യവുമാണ്. കർത്താവ് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. അത് എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്താ അയോഗ്യത? എന്താ? യേശുവിനെ വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമെന്താ? കർത്താവ് യേശുവിനെ നമ്മൾ മറ്റുള്ള എത്രയോ പേരെ മനുഷ്യൻ അംഗീകരിച്ചതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. നസ്രായനെ കുറിച്ച് പറയുകയാണ്, കർത്താവ് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. അത്രേ യോഗ്യമായ വചനമാണ് നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നത് അല്ലെ? നമ്മളെ പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ യേശു ലോകത്തിൽ വന്നു എന്നത് അനേകർക്കൊരു പക്ഷെ വിശ്വാസമല്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി നാം പറയും, എനിക്കത് എൻ്റെ വിശ്വാസമാ, എൻ്റെ ജീവനാണ്, എൻ്റെ ശ്വാസമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. അവിടെയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് തമിഴകത്തിലൊക്കെ ഒരുപാട് മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭരണത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ പറഞ്ഞാൽ പറയുന്നത് ഉടലും മണ്ണിനും ഉയിര് തമിഴകത്തിനും എന്നൊക്കെ പറയുന്നവരുണ്ട് ഇല്ലേ? പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം മണ്ണിന് പോയാലും അവിടെ ജീവൻ നിൽക്കുന്നത് ആ നാടിന് വേണ്ടിയാണെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ചിന്താഗതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് മരിക്കും, പക്ഷെ മരിക്കേണ്ടി വന്നാലും ആ പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ സ്ഥലത്തിന് വേണ്ടിയാണ് ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദൈവമക്കളെ നമുക്ക് പറഞ്ഞുകൂടാ, നാം മണ്ണോട് ചേർന്നാലും അവിടെ കൊണ്ട് തീരത്തില്ല, ഞാൻ ക്രിസ്തുവിനോട് ചേരാനുള്ളവരാ. നമ്മുടെ ജീവിതം കൊണ്ട് തീരത്തിൽ അസ്തമിച്ച് പോകത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പറയണം, ഇത് മണ്ണോട് ചേരാനുള്ളതാണ്, എന്നാൽ എന്നും മണ്ണോട് കിടക്കാനുള്ളതല്ല. ജീവൻ ക്രിസ്തുവിൽ തന്നത് നിത്യതയ്ക്ക് വേണ്ടി അവനോട് കൂടെ നിൽക്കാനുള്ളത്, അവനോട് കൂടി ചേരാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ ജീവനും ആത്മാവും എല്ലാം ദൈവത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടെ വേണം ഞാൻ പറഞ്ഞല്ലോ, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, പലതിനു വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി പലരും പലതും ചിന്തിച്ച് പലതും പറയാറുണ്ട്, ചെയ്യാറുണ്ട്. അതൊക്കെ അവർക്ക് പ്രയോജനമാണ്, ശക്തി പകരുന്നതാണ്. എന്നാൽ എന്തുകൊണ്ട് ദൈവമക്കളാകാൻ നമുക്ക് പറഞ്ഞുകൂടാ, അതെ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഈ ശരീരം മണ്ണുകൊണ്ടുള്ളതാണെങ്കിലും ഇത് വീണ്ടുകൊണ്ടുള്ളതായിത്തീരും. എൻ്റെ ജീവൻ അത് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ജീവനാണ് തന്നിരിക്കുന്നതിനാൽ ഇത് അനന്തമായ നിത്യജീവനായി ദൈവം കണ്ടിരിക്കുന്നു. അതെ, എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് അവനുമായി ചേർന്ന് വസിക്കുന്ന
ഒരു ശരീരത്തിൻ്റെ ഉടമയായി എന്നെ സ്വർഗീയതേജസ്സുള്ളതാക്കി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്നുള്ളത് വിശ്വാസയോഗ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് ലോകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ സത്യവചനത്തിൽ വിശ്വസിക്കുന്നത് പറയുന്നത് വിശ്വാസയോഗ്യവും സത്യമാകുന്നു എന്ന് പറഞ്ഞാൽ കാരണം ഒരുപാട് പുസ്തകങ്ങൾ ലോകത്തിൽ കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും വിശ്വസിക്കാം, നിങ്ങൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം, നിങ്ങൾക്ക് ഏത് ദൈവങ്ങളിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യവും സത്യമാകുന്നു. വിശ്വസിക്കുവാൻ ഇഷ്ടമുള്ളവർ മാത്രം വിശ്വസിക്കുക. ആരെയും അടിച്ചമർത്തിയോ ആരെയും പ്രലോഭിപ്പിച്ചോ ഉള്ള ഒരു മാർഗമല്ല ക്രിസ്തുവിന്റെ മാർഗം. വിശ്വാസത്തിന്റെ മാർഗമാണ് കർത്താവിന്റെ മാർഗം. അത് ഒരിക്കലും ആരെയും നിർബന്ധിച്ചോ ഭയപ്പെടുത്തിയോ ഭീതിപ്പെടുത്തിയോ അല്ല വിശ്വാസത്തിലേക്ക് കൊണ്ടിരുന്നത്. നരകത്തിന്റെ ഭീകരത വെളിപ്പെടുത്തിയല്ല മനുഷ്യരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. പഠിപ്പിക്കും, അത് പ്രസംഗിക്കും, അത് ആവശ്യമാണ്. പക്ഷെ എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയാണ് സുവിശേഷം ജീവിതങ്ങളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുക, മനുഷ്യ നീ മിടുക്കനാണ്, നീ കഴിവുള്ളവനാ, നീ ചിന്താശക്തിയുള്ളവനാ, സർവ്വ സൃഷ്ടിച്ചവനാ. നിനക്കൊരുപാട് സംശയങ്ങൾ വരുമെന്നാൽ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും എൻ്റെ വാക്കിനനുസരിച്ച ദൈവം പറയുന്നത് അനുസരിച്ച അത് ഉണരുന്നതും ഉറങ്ങുന്നതും ചരിക്കുന്നതുമെല്ലാം, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഭൂമി കറങ്ങുന്നതും ചന്ദ്രൻ പ്രകാശിക്കുന്നതും, അത് സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെല്ലാം അതതിൻ്റെ നിലവാരത്തിൽ പേര് വിളിക്കുമ്പോൾ വരികയും പോവുകയും ചെയ്യുന്നെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ ആജ്ഞയ്ക്കനുസരിച്ച കഥ പറഞ്ഞു. അതിനൊന്നും ഒരു മാറ്റമില്ലാതെ ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന പ്രവൃത്തി അതിൻ്റെ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർ പറഞ്ഞു, നിന്നെ ഞാൻ എന്നെപ്പോലെ സൃഷ്ടിച്ച് എൻ്റെ ജീവൻ തന്ന് എൻ്റെ ശ്വാസമൂതി എന്നെപ്പോലെ ആക്കി ചിന്തിക്കാൻ കഴിവെന്നിരിക്കുക. നിനക്ക് ചിന്തിക്കാം, നിനക്ക് ആലോചിക്കാം, നിനക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ഇരുളോ വെളിച്ചമോ തിരഞ്ഞെടുക്കാം. അതിനകത്ത് ദൈവം കൈകടത്തത്തില്ല. എന്നാൽ വിശ്വാസയോഗ്യവും സത്യമാകുന്ന ഇരുളില്ലാത്തൊരു ലോകമുണ്ടെന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക. അത് പാപമില്ലാത്ത, മരണമില്ലാത്ത, ഇരുളില്ലാത്ത, രോഗമില്ലാത്ത ഒരു ലോകം കർത്താവ് വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് വരും എന്നുള്ളത് സത്യമാണ്, അതിന് മാറ്റമില്ലാത്തതാണ്. എന്നാൽ മറുഭാഗത്ത് ലോകത്തിലുള്ള ഒറ്റ മനുഷ്യൻ പോലും അവൻ ഓടി ഒളിക്കുവാൻ രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഒന്നെങ്കിൽ ദൈവമായിട്ടുള്ള സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, നീതിയിലേക്ക്, നിത്യജീവനിലേക്ക് വരുവാനുള്ള മാർഗം ദൈവം തന്നിരിക്കുന്ന പുതുതാക്കി തീർക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയുള്ള ബന്ധത്തിൽ, ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ കാണാത്ത സകല മനുഷ്യരും, അത് ഭൂതപ്രേത സാത്താൻ ഉൾപ്പെടെയുള്ള സകലരും നിത്യ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുമ്പോൾ അവരവിടെ കാലിൻ കീഴിൽ വെണ്ണീറായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ, മറുഭാഗത്ത് ദൈവത്തിന് വേണ്ടി ചേർക്കപ്പെടാനുള്ളവരെല്ലാം പുതിയ ആകാശ പുതിയ ഭൂമിയുടെ ബന്ധത്തിൽ കാണപ്പെടും. അത് എത്ര സന്തോഷകരമായ കാര്യം. അതുകൊണ്ട് നാം വിശ്വസിച്ചിരിക്കുന്നത് വരാനുള്ള ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആരെങ്കിലും വ്യാമോഹിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചുള്ള പരിപാടിയല്ല. ഇവിടെയും സമാധാനമുണ്ട്. ഇന്ന് രാത്രിയിൽ പറയാൻ സാധിക്കും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഇന്നലകളിലെ ദുഃഖങ്ങൾ, ഇന്നലകളിലെ ഭാരങ്ങൾ ആരോടൊന്ന് പറയും, എൻ്റെ വിഷമതകൾ, എൻ്റെ ഭാരം ആരോട് ഇറക്കിവിടും എന്നുള്ള ചിന്തകളോടെ നടന്ന മനുഷ്യന്റെ ഭാരത്തെ മാറ്റാൻ വേണ്ടി ദൈവം പറഞ്ഞു, നിന്റെ വായിൽ ഞാൻ പുതിയ പാട്ട് തരും, നീ ഭാരത്തോടെ കിടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല, നിന്റെ ഭാരം വഹിക്കാൻ ഞാൻ തയ്യാറാ. അവന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, ഞാൻ നിന്നെ പുലർത്താമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന സ്തോത്രം. അങ്ങനെ ദൈവത്തോടും മാത്രമല്ല, ദൈവം നമുക്ക് ഇന്ന് കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്ന അന്യോന്യ പാലങ്ങളെ ചുമക്കുന്നത്. ഇപ്പൊ ക്രിസ്തുവിലേക്ക് അതെല്ലാം നാം ഇടുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരുന്ന വിഷയങ്ങൾ നാം മറ്റുള്ളവരോട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി എന്നോടൊന്ന് കൂട്ട് നിൽക്കാമോ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്ന അതിനു വേണ്ടിയാ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നാം അന്യോന്യം ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അവസാനം കൊണ്ട് ഇടുന്നത് കർത്താവായ യേശു ക്രിസ്തുവില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ സകല ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, ഞാൻ നിന്നെ പുലർത്താമെന്ന്. ഇന്ന് ഭാരമെല്ലാം അവൻ്റെ മേലിട്ട് സ്വസ്ഥത അനുഭവിച്ച് ഇവിടുന്ന് നാം മാറ്റപ്പെട്ടാൽ, ഭാരം വഹിക്കുന്നവരായിട്ടല്ല, പാപഭാരമുള്ളവരായിട്ടല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത്, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത് നാം നിത്യതയ്ക്ക് വേണ്ടി, സൗഭാഗ്യ സമാധാനത്തിന് വേണ്ടി. എന്നാൽ പാപഭാരം നീക്കാത്തവൻ അത് അവൻ്റെ വഴി വളഞ്ഞിരിക്കും, അവൻ ഇരുളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ
എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപവഴികളെ വിട്ടൊഴിഞ്ഞ് പാപത്തിന്റെ ഭാരവും അകത്യഭാരമെല്ലാം നമുക്ക് വേണ്ടി ചുമന്ന കുഞ്ഞാടാം യേശുവിൽ നീ ഇട്ടുകൊള്ളുക. അവൻ നിന്നെ സ്വതന്ത്രനാക്കി വിടിവിച്ച് അവന്റെ സ്വാതന്ത്ര്യമുള്ള മക്കളാക്കി തീർത്ത് നിത്യതയുടെ സൗഭാഗ്യം അനുഭവിപ്പാൻ പുതിയ ആകാശ പുതിയ ഭൂമി പ്രത്യക്ഷമാകും എന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസയോഗ്യവും സത്യവുമാകുന്ന വചനമാകുന്നുവെന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ പ്രഖ്യാപിക്കുക. മാറ്റമില്ലാത്തതാണ്. നിത്യ സൗഭാഗ്യത്തിന് അനന്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന, നിത്യതയിൽ വാഴുന്ന പുതിയ ആകാശ ഭൂമിയെക്കുറിച്ചുള്ള ഏകദേശം ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നിവിടെ കണ്ടാൽ മതി, നമുക്ക് ദൈവികമല്ലാത്ത എല്ലാം മാറ്റപ്പെടും. ദൈവമായിട്ടുള്ള എല്ലാം പുതിയ ആകാശഭൂമികളുണ്ടായിരിക്കും. സ്നേഹം ഒരുപക്ഷെ ഇവിടെ കാണുന്നില്ലായിരിക്കും, എന്നാൽ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ നിത്യസ്നേഹം കാണാൻ സാധിക്കും. ഇവിടെ ഒരുപക്ഷെ നമുക്ക് സമാധാനം കാണത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും ദർശിക്കാൻ കാണത്തില്ലായിരിക്കും. പക്ഷേ നിത്യതയിൽ നിത്യസമാധാനത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. എങ്ങനെ? ഇവിടെ എന്തെല്ലാമാണോ ഷോർട്ടേജ് ആയിട്ടുള്ളത്, കുറവായിട്ടുള്ളത്, ഇല്ലാത്തയായിട്ടുള്ളത്, അതെല്ലാം സമൃദ്ധിയായിട്ട് ലഭിക്കുന്ന പൊതുവാന ഭൂമിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവാത്മാവിടെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ആ ഭൂമിയിലേക്ക് ജീവനുള്ള ദൈവനഗരത്തെ ഒരു ഭർത്താവനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയോടാണ് ആ നഗരത്തെ, സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന നഗരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് വിശുദ്ധ പരിപൂർണതയെ വെളിപ്പെടുത്തുന്നതിനോടൊപ്പം നിത്യതയിൽ കുഞ്ഞാടിന്റെ മണവാട്ടിയുടെ പ്രാധാന്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് വ്യക്തമാക്കിയത്. അല്ലാതെ ഈ നഗരം മണവാട്ടിയാണെന്നല്ല. ഇപ്പം മണവാട്ടിയെ പോലെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത വെളിപ്പെടുത്തും. അപ്പൊ ഈ നഗരത്തിന്റെ മുഖ്യഭാഗമായിരിക്കുന്നത്, പ്രധാനമായിരിക്കുന്നത്, ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിതിരിക്കുന്ന ഈ വിശുദ്ധ നഗരത്തിന്റെ പ്രധാന ഭാഗം മണവാട്ടിയാണ്. അതുകൊണ്ടാണ് ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നഗരം മുഴുവനും മണവാട്ടി എന്നല്ല. ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ, ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥനിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടി, ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടി. ആരാണ് ഭർത്താവ്? നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു, ആത്മമണവാളൻ. ഇവിടെ മണവാളൻ എന്ന് പറഞ്ഞിട്ട് ഈ 21 അധ്യായത്തിൽ വന്നപ്പോൾ ഇവിടെ ഭർത്താവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വിവാഹം എല്ലാം കഴിഞ്ഞ് ഭർത്താവായി യേശു കർത്താവ്, അവൻ സകലത്തിൻ്റെ മീതെയായി, എല്ലാമായി. അതോടൊപ്പം പറഞ്ഞിരിക്കുന്നത് ഭാര്യയും ഭർത്താവ് ഒന്നായി തീരുമെന്നുള്ള ബന്ധത്തോടു കൂടിയാണ് ഭർത്താവിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ, ഈ ഭാര്യയാകുന്ന കുഞ്ഞാടിന്റെ മണവാട്ടി അവനോടുകൂടെ ചേർന്നിരിക്കുന്നു. ജീവനുള്ള അത് മണവാട്ടിയെ പോലെ ഒരുങ്ങി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഭർത്താവിനായി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയെ പോലെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ വിവാഹം നടക്കുന്നതിൻ്റെ അർത്ഥം ഈ ഇറങ്ങി വരുന്ന ഈ പറയുന്ന വിശുദ്ധ നഗരത്തിലെ പ്രാധാന്യതയുള്ളത് മണവാട്ടിക്കാണ്, അവനോട് ചേരുന്നവർക്കാണെന്നാണ് ഇവിടെ രേഖപ്പെടും. ശിശുബന്ധത്തിലെ സകല കാര്യങ്ങളുടെയും പൂർത്തീകരണ വേളയിൽ സകലവും പുതുതാക്കുന്നവൻ അരുളി ചെയ്യുന്നത് ഈ വചനം വിശ്വാസയോഗ്യ സത്യമാകുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതുക എന്ന് യോഹന്നാനോട് പറയുന്ന പുത്രനാം ദൈവമാണെങ്കിൽ സമാപനത്തിൽ എഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവാം ദൈവമാകുന്നു. അപ്പൊ അതേക്കുറിച്ച് എഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ചില ഭാഗങ്ങൾ വിവേകത്തിലൊന്ന് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. എന്തൊക്കെയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിന്റെ ആമുഖത്തിൽ പുത്രനാം ദൈവം യോഹന്നാനോട് പറയുന്നതാണ് എഴുതുക, അവനെ ആഹ്വാനം ചെയ്യാണ് എഴുതുക എന്ന് പറയുന്നത്. 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ. 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുവാൻ പരിശുദ്ധാത്മാവ് യോഹന്നാനോട് നിർദ്ദേശം കൊടുക്കുകയാണ്. എഴുതുവാൻ പറഞ്ഞു. അതിന്റെ 19-ാം അധ്യായം 9-ാം വാക്യത്തില് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് എഴുതുവാൻ ദൂതൻ യോഹന്നാനോട് പറയുന്നു. ബാക്കിയുള്ളത് എഴുതിയിട്ടില്ലെന്നല്ല, അതിന്റെ പ്രധാന കാര്യങ്ങൾ എടുത്തു പറയുക, എഴുതുക പറയുന്നതാണ്. എഴുതുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് മുഴുവൻ നീ കാണുന്ന മുഴുവൻ എഴുതി 7 സഭകൾക്ക് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ പറയുന്ന പ്രത്യേക പറച്ചിലുകൾ എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ചിലതെല്ലാം അടിവരയിടുമെന്ന് പറയത്തില്ലേ? ഇവിടെ എഴുതി പോകുമ്പോൾ അടിവരയിടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടിവരയിടും. അതുകൊണ്ടാണ്
എഴുതിക്കൊണ്ടിരിക്കുന്ന യോഹന്നാനോട് പറയുകയാണ്, എഴുതാൻ, നീ എഴുതിക്കോളെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചത്, ഇത് 7 സഭകൾക്ക് അയച്ചു കൊടുത്തു. ഒരർത്ഥം ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇപ്പം എല്ലാ സഭകളിലേക്കും അയക്കപ്പെട്ടു. ഇത് ഒരേ കോപ്പി എല്ലായിടത്തേക്കും പ്രിന്റ് ചെയ്ത് അയച്ചു കൊടുത്തു. 7 സഭകൾക്കും വെളിപ്പെടുത്തി, 7 സഭകൾക്ക് എഴുതി കൊടുത്തു. ഇതെല്ലാം യോഹന്നാന് കിട്ടിയ മുഴുവൻ തോതും 7 സഭകൾക്കും കൈമാറിയിരുന്നു. ഇവിടെ എഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് എടുത്തു പറയുകയാണ്. അത് ചില പ്രത്യേക സന്ദർഭങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചിരുന്നു. ഞങ്ങളുടെ കല്യാണ സദ്യ ക്ഷണിക്കപ്പെട്ടോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, കല്യാണ സദ്യ കഴിഞ്ഞിട്ടില്ല, അത് ഭൂമി വെച്ച് നടക്കാനുള്ളതാണെന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും എടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ ആഴം അർത്ഥമൊന്നും അറിയാതെ ഒഴുക്കം മട്ടി വായിച്ചു പോയി കഴിഞ്ഞാൽ കല്യാണവും കല്യാണ സദ്യ എല്ലാം അവിടെയാണ്. ഒരാൾ പറഞ്ഞ പോലെയാ, എവിടെയാണെന്നാ കല്യാണം നടക്കട്ടെ, എവിടെയാണെന്നാ കല്യാണ സദ്യ നടക്കട്ടെ, നമുക്കെന്താ കുഴപ്പം, പങ്കെടുത്താൽ പോരെ. ശരിയാ, ഞാൻ പറഞ്ഞ ശരിയാ, മതിയെന്നേ, എവിടെയാണെന്നാ മതി. അപ്പം അങ്ങനെ അത്രമാത്രം തീരുമാനമുള്ളവരുണ്ടെങ്കിൽ അത് മതി. പിന്നെ എന്തിനാ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? എന്തിനാ പഠിപ്പിക്കേണ്ടത്? കല്യാണ സദ്യ ഭൂമി വെച്ച് നടക്കുന്ന പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താ? അത് ഇവിടെ നടക്കുകയുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആരോട് തർക്കിക്കാനോ വാദിക്കാനോ ഒന്നും അല്ല. എഴുതിയിരിക്കുന്ന വചനം പഠിപ്പിച്ചു പോകുമ്പോൾ ഈ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ എസ്കിപ്സം ഉള്ളവരുണ്ട്. അവിടെ ഇതാണ് അന്നേരം അവർ പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്കിതൊന്നും വേണ്ട, കഥാവിന് പോയാൽ മതി, അങ്ങനെ പോയാൽ മതി, സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ തന്നെ മതി. അവർക്കത് മതിയെങ്കിൽ, ഇത് മതിയാകാത്ത ചിലരുണ്ട്. ഇത് മനസ്സിലാക്കണം, ആഗ്രഹിക്കണം എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സഭകൾക്ക് ദൂത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ പഠിച്ചാൽ മതി, അല്ലാതെ പഠിക്കണ്ട. ആരെ നിർബന്ധിക്കുന്നില്ല, ദൈവാത്മാരെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ അത് മനസ്സിലാകുന്നതോറും നമുക്ക് ദൈവഭയമുണ്ടാകും, ദൈവസ്നേഹമുണ്ടാകും. അത് മനസ്സിലാക്കിയെടുക്കും തോറും നാം നമ്മെ തന്നെ താഴ്ത്തും. നാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കും, മറ്റുള്ളവരുടെ അസൂയ മാറും, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കും, മറ്റുള്ള വേദന മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരുവന്റെ പ്രയാസം, അവന്റെ ബുദ്ധിമുട്ടുകളെ തിരിച്ചറിയാൻ കഴിയും. ക്രിസ്തുവിന്റെ നേച്ചർ, ക്രിസ്തുവിന്റെ സ്വഭാവം ദൈവജനത്തെ മനസ്സിലാക്കും തോറും നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വചനം, ദൈവത്തെ നമ്മൾ പഠിക്കും തോറും ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ പ്രകടമായിക്കൊണ്ടേയിരിക്കും. അതിനുവേണ്ടി അതൊക്കെ പഠിക്കുന്നത്. നീതിമാനായിരിക്കുന്ന, സ്നേഹവാനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നാം വളരെ കാര്യഗൗരവതയോടെ പഠിക്കുന്നത് വെറുതെയല്ല. കൂടുതൽ പഠിക്കുന്നതോറും നരകാഗ്നിയുടെ ഭീകരതയിലേക്ക് പോകുന്നവരെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒഴുക്കി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നാം ഇത് പഠിച്ചു പോകുമ്പോൾ നാം മനസ്സിലാക്കിയെടുക്കുന്നത്, നിത്യതയിലെ സൗഭാഗ്യത്തെ ഓർക്കുമ്പോൾ അതിൻ്റെ ദുഃഖത്തിലേക്ക് കടന്നു പോകേണ്ടവരെ ഓർത്ത് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അലാവോളം പ്രാർത്ഥിക്കും. നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, മനസ്സിലാകത്തില്ല. എന്നാൽ ആരുമാകട്ടെ, നമ്മളെ ഉപദ്രവിച്ചവരായിരിക്കാം, നമ്മളെ കുറ്റം പറഞ്ഞവരായിരിക്കാം, നമ്മളെ തള്ളിക്കളഞ്ഞവരായിരിക്കാം. പക്ഷെ നമുക്കൊരു നിമിഷമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, പൗലോസ് പറഞ്ഞതുപോലെ ഈ ചങ്ങല ഒഴികെ നീ എന്നെ പോലെ സകലത്തിനുമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു. കർഷത ഒഴികെ നീ എന്നെ പോലെ ആകണം, പൗലോസ് പറഞ്ഞതാണ്. അതേ ഒരു പക്ഷെ നമുക്ക് കർഷതയും പ്രയാസമൊക്കെ കാണുമായിരിക്കും. അതൊഴികെ കർത്താവേ, ഇവർക്കെല്ലാം നന്മ കൊടുക്കണമേ എന്നാണ് പറഞ്ഞാൽ. ഈ പൗലോസ് കഷ്ടം സഹിച്ചുകൊണ്ട് അവനെ നോക്കിയിട്ട് ഈ അടിയും കൊള്ളാൻ വേണ്ടിയാണോ ഇതിനു വേണ്ടി ഇറങ്ങുന്നത് എന്ന് ചിന്തിച്ച് മാറിയിരിക്കേണ്ട. ഇതെന്റെ കഷ്ടത ഞാൻ അനുഭവിക്കേണ്ടതാ. അവൾ പറയുക, ചങ്ങല ഒഴികെ നീ എന്നെ പോലെ ആകണം അഗ്രിപ്പാവേ എന്ന് പറഞ്ഞു. നീ ഇന്ന് സിംഹാസനത്തിരിക്കുന്നവനാ, അധികാരമുള്ളവനാ, നീ അങ്ങനെ തന്നെ ഇരുന്നു, അതിനെനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എന്നെ പോലെ ആകണം. ഞാനിന്ന് സിംഹാസനമില്ലാത്തവനാ, അധികാരമില്ലാത്തവനാ, ചങ്ങലയ്ക്ക് വിധിക്കപ്പെട്ടവനാ, ശിക്ഷിക്കപ്പെടാനുള്ളവനാ, മരിക്കാനുള്ളവനാ, എന്നെ കൊല്ലാനുള്ളവനാ. പക്ഷേ എനിക്കതിൻ്റെ അകത്ത് ഭയമില്ല. എനിക്ക് ഇവിടെ സിംഹാസനത്തിരിപ്പാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ
ഒരു നാൾ ഞാൻ എൻ്റെ ക്രിസ്തുവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇവിടെ സിംഹാസനത്തിരുന്നു, നീ എന്നെ പോലെയായി, നീ ആ സിംഹാസനത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാനിവിടെ കഷ്ടം സഹിച്ചാലും അത് സാരമില്ല, എനിക്കിവിടെ സിംഹാസനം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കർഷകന് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് സിംഹാസനം കിട്ടും. നീ സിംഹാസനത്തിരുന്നു, കുഴപ്പമില്ല, നീ സ്വസ്ഥമായി അനുഭവിച്ചു, നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു, നീ അധികാരമുള്ളവനായിട്ടിരുന്നു, അതൊന്നും വിട്ടുകളയണ്ട. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആരും ജോലി രാജിവെക്കണ്ട. വിശ്വാസത്തിലേക്ക് വരുന്നതിൻ്റെ പേരിൽ നിന്റെ പദവിയെല്ലാം വിട്ടുകളയേണ്ട ആവശ്യമില്ല. നീ അത് തന്നെ വെച്ചു. നിനക്ക് ദൈവം തന്നിരിക്കുന്ന സൗഭാഗ്യമാണത്, നീ കൂട്ടത്തിൽ വെച്ചു, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളെ പോലെ ആകണം. പോലീസ് പറഞ്ഞു, എന്നെ പോലെ ആകണം നീ. എൻ്റെ അർത്ഥം മനസ്സിലായോ? അവൻ രാജാവ്, അവൻ പ്രതിനിധി അവിടെ ഇരിക്കുക. അവൻ പറഞ്ഞു, നീ അങ്ങനെ തന്നെ ഇരുന്നോണം, നീ രാജാവായിട്ട് നിന്നെ തന്നിട്ടുണ്ടേ മതി, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ രാജസ്ഥാനം കൈവിട്ട് താഴോട്ട് കിടന്നൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്നെ പോലെ ആകണം, ചങ്ങല ഒഴികെ. നീ ഇന്ന് കാണുന്ന എന്നെ ബന്ധിച്ചിരിക്കുന്ന, പുറമെ ബന്ധിച്ച് ചങ്ങലയുണ്ടല്ലോ, വിസ്തരത്തിലാക്കിയിരിക്കുകയല്ലേ, ഇത് ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ നിയോഗമാണ്. പക്ഷേ എൻ്റെ അകത്തൊരു മനുഷ്യനുണ്ട്, അതിനെ ബന്ധിക്കുവാൻ റോമൻ ചങ്ങലകൾക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നതിനാൽ അത് വിളിച്ചു പറയട്ടെ, നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ ബന്ധിക്കാൻ കഴിയും, രോഗത്തിന് ബന്ധിക്കാൻ കഴിയും, ഈ പറയുന്ന പലതിനും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷേ എന്നാൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യനുണ്ട്, അവനെ ബന്ധിപ്പാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, അവനെ ദഹിപ്പിക്കാൻ ഒരു തീക്കും കഴിയത്തില്ല, അതിനെ മുക്കിക്കളയാൻ ഒരു വെള്ളത്തിനും കഴിയത്തില്ല, ഒരു ദുഃഖത്തിനും. നമ്മുടെ അകത്തെ മനുഷ്യനെ, പ്രത്യാശയെ, നമ്മുടെ അകത്തെ മനുഷ്യനെ മുക്കിക്കളയാൻ കഴിയുന്ന ഒരു വെള്ളമില്ല, ദുഃഖമില്ല. ഉണ്ടാവും പോലീസ് പറഞ്ഞത്, നീ രാജാവായിട്ടിരുന്നു, പക്ഷേ എന്നെ പോലെ ആകണം, കഷ്ടത ഒഴിവാകട്ടെ. നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. വിശ്വാസം അവരെ ദൈവമേ കഥാവിശ്വാസത്തെ കൊണ്ടുവരുവാൻ അവരെ സഹായിക്കണമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം. വചനം പഠിക്കും തോറും, ക്രിസ്തുവിനെ അറിയും തോറും ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു മാറ്റം വരുന്നില്ലേ? മാറ്റം വരുന്നില്ല. എനിക്കൊരു മാറ്റം വരാറുണ്ട്, എനിക്ക് മാറ്റമുണ്ട്, മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എൻ്റെ യേശുവിനെ അറിയും തോറും, ക്രിസ്തുവിനെ അറിയും തോറും, ക്രിസ്തുവിനെ അറിയിക്കും തോറും, അവനെ പഠിപ്പിക്കും തോറും എൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ മാറ്റം വരുന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ആ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, നമ്മുടെ കുറവുകളെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാ വചനം പഠിക്കുന്നത്. ഇതെല്ലാം പഠിച്ചിട്ട്, ഇതെല്ലാം പബ്ലിഷ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം, അങ്ങനെയാണ്, അതല്ല, അതിനു വേണ്ടിയല്ല. ലോകമേ നിനക്ക് ഇത് വരാൻ പോകുന്നു, ഞങ്ങൾ ഇതെല്ലാം രക്ഷപ്പെടാൻ പോകാന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, അതിനുവേണ്ടിയല്ല. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ സ്നേഹം വെളിപ്പെടുത്തുക എല്ലാവർക്കും പ്രാപിച്ചെടുക്കാവുന്നതാണ്. ഇപ്പൊ എഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നത് 4-ാമത്തെ ആത്മവിശ്വാസ യോഹന്നാൻ ഉണ്ടാകുന്നതിന് മുൻപ് സ്വർഗീയ പിതാവാം ദൈവം യോഹന്നാനോട് എഴുതുവാൻ ആജ്ഞാപിക്കുന്നതാണ്. 21-ാമത്തെ 5-ാമത്തെ വാക്യം വായിച്ചത്. എഴുതുക, ഇത് വിശ്വാസയോഗ്യവും സത്യമാണ്. പ്രതികാര ദിവസം മുതൽ ഉണ്ടാക്കുവാനുള്ള ദിവസം വരെയുള്ള 7 ഇടിനാഥത്തിൽ പറഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളിലെ സംഭവങ്ങൾ, വിപുലമായ കാര്യങ്ങളെക്കുറിച്ചാണ് യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് ഉണ്ടാകുന്ന 3-ാമത്തെ ആത്മവിശുദ്ധയിൽ യോഹന്നാൻ ദർശിക്കുന്നത്. അതിലേറ്റവും അതിപ്രധാനമായത് മാനവരാശിയുള്ള ബന്ധത്തിലെ ദൈവിക നിത്യതയുടെ ആരംഭമാണ്. അന്ന് ദൈവത്തിന്റെ കൂടാരം അതിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിൽ നിന്നും പുതുവാന ഭൂമിയിലെ മനുഷ്യരോടുകൂടെ വസിപ്പാനായി ഇറങ്ങി വരുന്നതിനെ കുറിച്ചാണ് അവൻ ദർശിച്ച് എഴുതിയത്. അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങളാണ് തുടർന്നുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് ദർശിച്ചിട്ട് യോഹന്നാൻ എഴുതുകയാണ്. എഴുതുവാൻ നമ്മോട് പറഞ്ഞിരിക്കുമ്പോൾ, എഴുതുക എന്ന് പറയുമ്പോൾ അവനെ പ്രചോദിപ്പിക്കുക, നീ ഇനി കാണാനുള്ളത് എഴുതുക എന്ന് പറയുകയാണ്. 21-ാം അധ്യായം 6-8 വാക്യങ്ങൾ പറയുന്നത്, പിന്നെ അവൻ എന്നോട് അരുളിച്ചത് സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനിലവിൽ സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന എവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്ര. അത് 2-ാമത്തെ മരണം. ആകാശപുതി ഭൂമിയിലേക്ക് ഈ സ്വർഗീയ
കൂടാരം ഇറങ്ങി വരുന്നതോടെ ബന്ധത്തിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതോടുള്ള ബന്ധത്തിൽ പറഞ്ഞാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത്. സംഭവിച്ചു തീർന്നു, ഫിനിഷ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സംഭവിച്ചു തീർന്നു എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ അത് ദി എൻഡ് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം എഴുതിയ അവസാനം എഴുതേണ്ടത് അല്ലേ? അങ്ങനെയല്ല. ഒരു സിനിമ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവസാനം ദി എൻഡ് എന്ന് പറയുമ്പോഴാണ് ആ ചാപ്റ്റർ തീരുമ്പോഴാണ്. പക്ഷേ ഒരു ചാപ്റ്റർ തീരുന്നതിന് മുമ്പ് സംഭവിച്ചു തീർന്ന് പറഞ്ഞ് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുക. എന്തുകൊണ്ടാ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സംഭവിച്ചു തീർന്നത് ഇങ്ങനെയാണോ എഴുതേണ്ടത്? വാസ്തവത്തിൽ അവസാനമല്ല എഴുതേണ്ടത്. 22-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞ് അവിടെയല്ലേ ഫിനിഷ് ചെയ്യേണ്ടത്? പക്ഷെ എന്തുകൊണ്ടാണ് 21-ാം അധ്യായത്തിൽ തന്നെ സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞ് ഇത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന, അല്ലെങ്കിൽ സംഭവിച്ചു തീർന്നു എന്ന് പറയാൻ അതിനൊരു മർമ്മമുണ്ട്. കാരണം ഇതുവരെയുള്ളതെല്ലാം സംഭവിക്കാനുള്ള കാര്യങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ സംഭവിച്ചു തുടങ്ങി. മനുഷ്യ സൃഷ്ടിമുള്ള എന്തുമായിക്കോട്ടെ, എല്ലാം അൽഫയും ഒമേഗയും, ആരംഭം വിട്ടു അവസാനമുണ്ട്, ആരംഭം വിട്ടു അവസാനമുണ്ട്. എല്ലാം ആരംഭിച്ചു, എല്ലാം അവസാനിച്ചു. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എല്ലാം അവസാനിച്ചു. ക്രിസ്തുവിൽ തുടങ്ങി ക്രിസ്തുവിൽ അവസാനിച്ചു. പിന്നീട് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഇനി ഈ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ആരംഭമേ ഉള്ളൂ, അവസാനമില്ല. എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു കഴിഞ്ഞാൽ, പുതിയ ആകാശ പുതിയ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും അഴിഞ്ഞുപോയി കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫിനിഷായി തീർന്നു, സംഭവിച്ചു തീർന്നു. പിന്നീട് നരകാഗ്നിയിൽ പോകുന്നവനും അവിടെയും അവസാനമില്ല, ഒരിക്കലും സംഭവിച്ചു തീരത്തില്ല. ഈ സൗഭാഗ്യത്തിൽ കിടക്കുന്നവർക്കും ഒരിക്കലും അത് തീരാത്തതാ. അതാണ് വ്യത്യാസം. ഇവിടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഇതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരാരംഭമുണ്ട്, അവസാനമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ആരംഭമുണ്ട്, ഒരു അവസാനമുണ്ട്. എന്നാൽ നിത്യതയോടെ ബന്ധത്തിൽ പുനരുത്ഥാനം പ്രാപിച്ചു കഴിഞ്ഞാൽ, പുതിയ ആകാശ പുതിയുള്ള ബന്ധത്തിൽ നമ്മൾ ആകുന്നെങ്കിൽ നമുക്കൊരു അവസാനമില്ല. നിത്യതയിൽ, നിത്യത എന്ന് പറയുന്നത് അനന്തതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുക, ഒരിക്കലും അവസാനമില്ലാത്തത്. അതുപോലെയാണ് ഈ പറയുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരൊന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് പറയുക സംഭവിച്ചു തീർന്നു. അവൻ പിന്നെ അവൻ എന്നോട് കള്ളിച്ചത് സംഭവിച്ചു തീർന്നു. അതുകൊണ്ട് സംഭവിച്ചു തീർന്നു. പ്രിയപ്പെട്ടവരെ, ശ്വാസം വിട്ടു കഴിയുന്നതിന് മുമ്പ് സംഭവിക്കേണ്ടത് സംഭവിച്ചോണോ? പിന്നീട് മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജീവനോടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. അവനോട് കൂടെ ചേരുവാനുള്ള ആ വലിയ പ്രവൃത്തി തികച്ചെടുത്തിട്ടേ ഇവിടുന്ന് മാറാവുള്ളൂ. ഇറ്റ് ഈസ് ഫിനിഷ്. കർത്താവായ യേശു ക്രിസ്തു അതേക്കുറിച്ച് പറഞ്ഞു. നമുക്ക് 3 സന്ദർഭങ്ങളാണ് പുതിയ നിയമത്തിൽ സംഭവിച്ചു തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 3 ഭാഗത്തിന് സന്ദർഭങ്ങൾ പറഞ്ഞ് രാത്രിയിലെ ക്ലാസ് അവസാനിപ്പിക്കാം. 3 സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി 3 സന്ദർഭങ്ങളിൽ ഫിനിഷ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്, സംഭവിച്ചു തീർന്നു. എന്നാൽ വേദപുസ്തകം എഴുതി തീർന്നിരിക്കുന്നത് സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല. അതിന് കാരണം ഞാൻ പറഞ്ഞു, നിത്യതയുടെ പുസ്തകമായതുകൊണ്ട്, നിത്യതയുടെ ജീവനായതുകൊണ്ട് എൻ്റെ അവസാനം സംഭവിച്ചു തീർന്നു എന്ന് രേഖപ്പെടുത്താതെ ഈ പൊതുവാകാശ പുതിയ ഭൂമി പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ദുഷ്ടന്മാർ എവിടെ പോയി കിടക്കുന്നു, അതുപോലെ വിശുദ്ധന്മാർ എവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിരിക്കുന്നത് അതിന് മാറ്റമില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. അതേക്കുറിച്ചാണ് വായിക്കുന്നത്. ഇവിടെ പറഞ്ഞ സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മേലാൽ സംഭവമുള്ളതുമായ സകല കാര്യങ്ങളെയും വെളിപ്പെടുത്തി കഴിഞ്ഞു. നീ മേലാൽ സംഭവിപ്പാളെല്ലാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ പറഞ്ഞു, അതെല്ലാം മേലാൽ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നീ എഴുതാൻ പോകുന്നത്, ഇനി ഇവിടെ പ്രസ്താവിക്കാൻ പോകുന്നത് ഒന്നും ഇനി ഇല്ലാത്തതല്ല. ഇവിടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അത് സംഭവിച്ച് തീരാനുള്ളതല്ല. ബാക്കിയുള്ളതെല്ലാം ഇപ്പം പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കപ്പെട്ട് അതിലേക്ക് ദൈവത്തിന്റെ കൂടാരം ഇറങ്ങി വരുന്നതോട് കൂടി ഇവിടെ പറയുകയാണ്, ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് വിഭാവനം ചെയ്തിരുന്ന മനുഷ്യരോട് ദൈവത്തിന്റെ കൂടാരം എന്നുള്ള ദൈവിക പദ്ധതി, ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ നഗരത്തെക്കുറിച്ചുള്ള സ്വർഗം പ്ലാൻ ചെയ്തിരുന്ന പദ്ധതികളെല്ലാം
പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ച കൈകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത് ദൈവം ഇത് കണ്ടുകൊണ്ടാണ്. പുതിയ ആകാശ പുതിയ ഭൂമിയും അവനോടുകൂടെ വസിക്കുന്ന ദൂതുലായിരിക്കുന്ന മനുഷ്യരും അവരുടെ ഇടയിൽ വസിക്കുന്ന നിത്യമായിരിക്കുന്ന പുതിയ ശേമിനെ കണ്ടുകൊണ്ടാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിൽ ഞാനും നിങ്ങളും ഭാഗമായി തീരുവാൻ ഭാഗ്യം ലഭിച്ചതിനായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നീ ഏത് ഭൂഖണ്ഡത്തിൽ ജനിച്ചെന്നോ, നീ ഏത് രാജ്യത്ത് ജനിച്ചെന്നോ, നീ ഏത് വിഭാഗത്തിൽ ജനിച്ചെന്നോ, ഏത് വംശത്തിൽ ഏത് ജാതി ജനിച്ചെന്നോ ദൈവത്തിന് വ്യത്യാസമില്ല. സകല മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ട ആദമിൽ നിന്ന് ഒരുപക്ഷെ കളർ കൊണ്ടോ ദേശം കൊണ്ടോ കാലാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ വംശം കൊണ്ടോ ഭാഷ കൊണ്ടോ ഒക്കെ മാറ്റങ്ങൾ വരും. എന്നാൽ എല്ലാ മാറ്റങ്ങളെയും മാറ്റിയിട്ട് ഒന്നാക്കി തീർക്കാൻ കഴിവുള്ള കാലസമ്പൂർണതയിൽ സകലതും ഒന്നാക്കി തീർക്കുവാൻ അതിൻ്റെ സമാപ്തിയിലേക്ക് നയിക്കുന്ന കർത്താവ് പറയുക സംഭവിച്ചു തീർന്നുള്ളത്. നിരകളുണ്ട്, എന്നാൽ നിത്യമായിരിക്കുന്നതാണ്. അതുകൊണ്ട് രാത്രിയിൽ നല്ലതും തീയതുമായി വേർതിരിക്കും. നല്ലതെന്നേക്കുമായി നിലനിൽക്കുമ്പോൾ തീയതെന്നേക്കുമായി നിത്യനരകത്തേക്ക് തള്ളപ്പെടും. സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന 3 സന്ദർഭങ്ങൾ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തി. അതിൽ ഒന്നാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യമാണ്. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇറ്റ് ഫിനിഷ്, പൂർത്തീകരിച്ചു. ലോകത്തിൽ യേശു കർത്താവ് ലോകത്തിൽ വന്നത് അവൻ ഒരു പ്രവൃത്തി തികച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു. പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവാം ദൈവത്തിനാണോ ഈ ആത്മാവിന്റെ വചനമായ ശരീരത്തിൽ അവനിൽ ഒഴുകുന്ന രക്തത്തോടു കൂടി ഭൂമിയിൽ അയച്ചത് എന്തിനു വേണ്ടിയാണോ? അവൻ ശരീരത്തിൽ വസിച്ച് രക്തത്തിൽ വസിച്ച് ശരീരത്തോടും രക്തത്തോടും അത് ആത്മാവോട് കൂടെ വന്നവൻ അവന്റെ പ്രവൃത്തിയെ തികച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് മടങ്ങിപ്പോയി. ജീവൻ ദൈവത്തെങ്കിലേക്ക് അത് മടങ്ങിപ്പോകേണ്ടതാണ്. ശരീരം അത് മണ്ണോട് ചേരാൻ ഇടയാകാതെ യേശു ക്രിസ്തുവിന്റെ ശരീരം അത് കാൽവറിയിൽ ഒരൊറ്റത്തുള്ളി രക്തം പോലും ഇല്ലാതെ അത് മുഴുവനും ഊറ്റപ്പെട്ടവനായി ആ കാൽവറിയിൽ അവനായിത്തീരുമ്പോൾ അവസാന ജീവൻ അവന്റെ ശരീരത്തിൽ നിന്ന് ഊറ്റപ്പെട്ടപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. യേശു ദാഹിച്ചത് വെയിൽ കൊണ്ടല്ല. കാൽവറിയിൽ യേശു ദാഹിച്ചത് വെയിൽ കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. നമുക്കുണ്ടാകുന്ന സാധാരണ ദാഹം പോലെ ആയിരുന്നില്ല. അവന് ദാഹിച്ചത് അവന്റെ ശരീരത്തിലെ രക്തം മുഴുവനും, ഓരോ തുള്ളിയായി ജീവൻ മുഴുവനും നമുക്ക് വേണ്ടി ഊറ്റപ്പെട്ടപ്പോൾ അവസാനമായി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. കാൽവറിയിൽ ജീവന്റെ അവസാനത്തുള്ള രക്തം ഊറ്റി തന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇനി നിന്നോട് ഞാൻ ചേരട്ടെ. അതിൻ്റെ അർത്ഥം, നീ എന്നിൽ നിശബ്ദമാക്കിയിരുന്നു, എൻ്റെ ജീവൻ തന്ന, എന്നിൽ ആത്മാവ് തന്ന, ആലോചന തന്ന, എന്നെ ശരീരത്തോടുകൂടി ലോകത്തിൽ അയച്ചത് മനുഷ്യ രക്ഷയോടെ അവനെ വിടുവിക്കാൻ വേണ്ടിയായിരുന്നു. അതിനുവേണ്ടി നീ പദ്ധതിയിട്ടുന്ന പദ്ധതി, ആലോചന അവസാനത്തുള്ള രക്തം വരെ ഊറ്റിക്കൊടുക്കണമെന്നായിരുന്നു. അത് ചെയ്തിട്ട് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞാൽ പിതാവിനോട് ചേരാൻ ഞാൻ പോവുകയാണ്. എൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ആ ദാഹം, ആ സമയത്ത് അവര് വിചാരിച്ചതിൻ്റെ ദാഹം എന്താണെന്നുള്ളതാണ്. പക്ഷേ കർത്താവ് കുടിച്ച ശേഷം നിവൃത്തിയെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അവസാനമായി കർത്താവ് വീഞ്ഞു കുടിച്ചില്ല, കണ്ണി കലക്കിക്കുന്ന വീഞ്ഞു കുടിക്കാൻ കർത്താവ് പറഞ്ഞു, ഇനി ദൈവരായിട്ട് നിവൃത്തിയാകുമ്പോൾ ഞാൻ ഒരു നാളും മുന്തിരി അനുഭവത്തിൽ കുടിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കയ്പ് കലക്കിയ വീഞ്ഞ് ഒരു കൊടുത്തത് എന്ന് ഈ രാത്രി സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടി നിവൃത്തിയായെന്ന് പറഞ്ഞത് എന്താ? നിവൃത്തീകരിച്ചത് യേശു ക്രിസ്തു നിവൃത്തീകരിക്കാനാണ് വന്നത്. നമ്മളിൽ ഇൻകംപ്ലീറ്റ് ആയിരുന്നു, പൂർത്തീകരിക്കപ്പെടാതായിരുന്നു നമ്മുടെ ജീവിതം. അത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു, കംപ്ലീറ്റ് അല്ലായിരുന്നു. അതിനെ പൂർത്തീകരിക്കാൻ ആർക്കും കഴിയത്തില്ലായിരുന്നു, സമ്പൂർത്തീകരണം വരുത്തുവാൻ ആർക്കും കഴിയത്തില്ലായിരുന്നു, നമുക്ക് കഴിയത്തില്ലായിരുന്നു, നീതീകരണം കഴിയത്തില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു രക്തമുഖാന്തരമായി നമുക്ക് സാധിക്കാത്തതിനെ സാധിപ്പിച്ചതിന്റെ കഥ പറഞ്ഞു. ഇനി സാധ്യമാണ്. അതെ, ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ആ നഗരം പണിയപ്പെടും. പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ളവർ ഉണ്ടായിരിക്കും. എന്താണോ അനാദിയിൽ ദൈവം പ്ലാൻ ചെയ്തത്
അത് മന്ദിരമുണ്ടായിരിക്കും, ഗോപുരങ്ങളോട് കൂടിയ നഗരമുണ്ടായിരിക്കും. അതെ, യേശു കർത്താവ് എന്ന് പറഞ്ഞത്, ഫിനിഷ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ ഞാൻ ചൊല്ലിയിരിക്കുന്ന രക്തം മുഖാന്തരമായി ജീവനുള്ള കല്ലുകൾ എഴുന്നേൽക്കാൻ പോകുക, ഈ ഭൂമിയിൽ നിന്ന് ജീവനുള്ള കല്ലുകളെ പൂർത്തിച്ചെടുക്കാൻ പോകുക. അതിനുള്ള പിതാവാം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ആലോചനയ്ക്ക് അടിസ്ഥാനമിട്ടുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവനെ തന്നിരിക്കുന്നത് ജീവനുള്ള നഗരം പണിയപ്പെട്ട് ജീവനുള്ളവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്തിരുന്ന അനാദിയിലെ കാര്യം, അത് അതിന്റെ പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നു. കർത്താവിൽ ഏൽപ്പിച്ച പ്രവൃത്തി പൂർത്തീകരിച്ചെന്ന് പറഞ്ഞാണ് യേശു പറഞ്ഞ നിവൃത്തിയായി ജിസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞത്. കഥ പറഞ്ഞത് വെറുതെ നിവൃത്തിയാന്ന് പറഞ്ഞല്ല, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് അങ്ങനെയല്ല കർത്താവ് മരിച്ചത്. കർത്താവ് പറഞ്ഞു, എന്നെ ഈ ഭൂമിയിലേക്ക് 33 വർഷം ഒരു ശിശുവായിട്ട് നീ അയച്ചത്, ഞാൻ വളർന്ന്, അത് മനോഹരമായി വളർന്ന്, അതേക്കുറിച്ച് യേശയ്യാ പ്രവചിച്ചത് ഇങ്ങനെയാണ്, മരുഭൂമിയിൽ വരണ്ട നിലത്തുനിന്ന് മുളച്ചു ഒരു ഇളയ തൈ പോലെ ആയിരിക്കും പറഞ്ഞ് പ്രവചിച്ചു. ഞാൻ ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, എടുത്ത് വായിച്ചാൽ മതി. വരണ്ട നിലത്തുനിന്ന് മുളച്ചു ഒരു ഇളയ തൈ പോലെ വളർന്നു വന്നു, മനോഹരമായി തീർന്നു. പക്ഷേ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്കവണ്ണം വിരൂപമായി തീർന്നു. അങ്ങനെ അവൻ്റെ ശരീരത്തിൽ നിന്ന് നമുക്ക് വേണ്ടി സകല രക്തവും ഊറ്റിത്തന്നത് നമ്മെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. രാത്രി രക്തത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. ആ പാപപരിഹാരത്തിന്റെ ജീവന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. അത് നമ്മുടെ വിജയമാണ്. ഏത് പ്രശ്നങ്ങളെയും ജയിക്കുവാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിക്ക് കഴിയും. അതുകൊണ്ട് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തത്തിൽ ജയമുണ്ട്. അവന്റെ രക്തം കൊണ്ടുള്ളതാണ് നാം പാപത്തിൽ നിന്ന് മോചനം. പാപത്തെക്കാൾ മരണത്തെക്കാൾ വലുതായിട്ടൊരു ശത്രുവില്ല, ഒരു പ്രശ്നമില്ല. അതിനെ പരിഹരിച്ച കുഞ്ഞാടിന്റെ രക്തം അത് ജയത്തിന്റെ രക്തമാണ്. ആ രക്തമാണ് നിവർത്തീകരിക്കുന്നത്, പൂർത്തീകരിക്കുന്നത്, അത് ഫിനിഷ് ചെയ്യുന്നതാണ്. കഥ പറഞ്ഞ് നിവർത്തീകരിച്ചു. ദൈവത്തനായ യേശുവിന്റെ കാൽവറിയിലെ യാഗത്താൽ പൂർത്തീകരിക്കപ്പെട്ടത് മാനവരക്ഷയാണ്. പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ പിതാവ് പിടഞ്ഞു മരിക്കുന്ന സന്ദർഭത്തിൽ യേശു അവസാനമായി ഉരുവിട്ടതാണ് നിവൃത്തിയായി എന്നുള്ളത്. അന്ന് ക്രിസ്തുവോട് നിവർത്തിക്കപ്പെട്ടത് പാപപരിഹാര യാഗമായിരുന്നു. അതിലൂടെയാണ് പിതാവാം ദൈവത്തിന്റെ ആലോചന പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള അടിസ്ഥാന കല്ല യേശു ക്രിസ്തു തീർന്നത്. അവൻ പ്രവൃത്തി തികച്ച് പൂർത്തീകരിക്കപ്പെട്ടതാണ് ഫിനിഷ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് ദിവസം 16-17 വാക്യത്തിലാണ്. 7-ാമത്തെ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. പരിശുദ്ധാത്മാവാൻ ദൈവം വിളിച്ചു പറയുന്നതാണ്. നമുക്കത് അതേക്കുറിച്ച് അറിയാമല്ലോ. സംഭവിച്ചു തീർന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3-ാമത്തെ കഷ്ടത്തെ കുറിച്ചാണ്. 3-ാമത്തെ കഷ്ടം 1-2 കഷ്ടങ്ങൾ തീർന്നു, 3-ാമത്തെ കഷ്ടം തീർന്നു എന്ന് പറഞ്ഞിട്ടില്ല. 3-ാമത്തെ കഷ്ടം പൂർത്തീകരിച്ചു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 16-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് സംഭവിച്ചു തീർന്നു എന്ന് പറയും. 7-ാമത്തെ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നൊരു മഹാശബ്ദം ദേവാലയത്തിന്. നമ്മളത് എന്താ പഠിപ്പിച്ചപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതലും എടുത്തു പോകാനാകും. അതേ തുടർന്ന് നമ്മൾ കൂടുതലായിട്ട് അതേക്കുറിച്ച് അത് ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ വീണ്ടും അതേക്കുറിച്ച് എടുക്കുന്നില്ല. അപ്പോൾ 7 കലശം, 7-ാമത്തെ കലശം ഒഴിക്കുന്നതോടുകൂടി 3-ാമത്തെ കഷ്ടമാണ് പൂർത്തീകരിക്കപ്പെട്ടത്. 5-ഉം 6-ഉം 7-ഉം കാഹളം ഊതുന്ന സമയത്തുണ്ടാകുന്ന 3-ാമത്തെ കഷ്ടത്തെക്കുറിച്ചുള്ള 3-ാമത്തെ കഷ്ടമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7 ഭൂമിയിൽ സംഭവിക്കുന്നത് വിഷയങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. പുരുഷന്മാർ സംഭവിച്ചിരുന്ന സ്വർഗീയ ദൈവാലയ സിംഹാസനം പ്രഖ്യാപിക്കുന്നുണ്ട്. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ മണവാട്ടി സഭ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. സാത്താനെ മഹോത്സവം നടക്കും. എതിർക്രിസ്തുവിന്റെ ഭരണം ദൈവവും മനുഷ്യനുമേൽ ചൊരിയപ്പെടുന്ന 7 മുദ്ര, 7 കാഹളം, 7 കലശം എന്നിവയുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പരിസമാപ്തിയിലാണ് പരിശുദ്ധ ഇപ്രകാരമായിട്ട് 7 ഇടനാമത്തിൽ പറഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളുടെ ബന്ധത്തിൽ 7 ഇടനാമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3-ാമത്തെ കഷ്ടം കഴിയുന്നവരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ കഷ്ടം അത്
അഞ്ചാമത്തെ കാകളം, ആറാമത്തെ കാകളം കഴിഞ്ഞ് ഏഴാമത്തെ കാലത്ത് പറഞ്ഞ ശേഷമായി ഇത് കഴിയുമ്പോൾ പിന്നെ 7 ഇടിനാഥം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഓരോന്നായിട്ട് വെളിപ്പെടും. അതാണ് അടുത്ത ഭാഗം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സമാപ്തിയാണ് ഇവിടെ സംഭവിച്ചു തീർന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. മേലാൽ സംഭവിക്കാനുള്ള സംഭവങ്ങളുടെ രണ്ടാം ഘട്ടത്തിന്റെ പൂർത്തീകരണമാണ് 21 അധ്യായം 6 വാക്യത്തിലുമായി 7 ഇടിനാഥം പറഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളുടെ ബന്ധത്തിൽ കാര്യങ്ങളെക്കുറിച്ച് ദർശനമാണ് മൂന്നാമത്തെ ആത്മവിശുദ്ധിയിൽ യോഹന്നാൻ ജേക്കബ് മരുഭൂമി വെച്ച് ദർശിക്കുന്നത്. അപ്പോൾ ഈ പ്രതികാര ദിവസത്തിന് മുമ്പ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് 16 അധ്യായം 17 വാക്യത്തിൽ. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ പറയാം, കർത്താവ് യേശു ക്രിസ്തു വന്ന് പുതിയ നിയമം സ്ഥാപിക്കുന്നതോടുകൂടി സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. അതോടുകൂടി പുതിയ നിയമത്തിന്റെ സ്ഥാപനമാണ്. എന്നാൽ രണ്ടാമത്തെ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് 7 മുദ്ര, 7 കാകളം എന്നിവയുള്ള ബന്ധത്തിൽ അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ മേലാൽ സംഭവങ്ങളുടെ രണ്ടാം ഘട്ടത്തിന്റെ സംഭവങ്ങളുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തി 7 ഇടിനാഥത്തിൽ പറഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളാണ്. അത് പ്രതികാര ദിവസം, സേനാ ദിവസം, കല്യാണ നാൾ, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ, കൂടാര പെരുന്നാളാകുന്ന 1000 ആണ്ട് വാഴ്ച, ഒടുക്കത്തെ നാൾ, ഉണ്ടാക്കുവാനുള്ള ദിവസം എന്നിവയാകുന്നു. ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് പൊതുവാനുഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതോടെ മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ മേലാൽ സംഭവിക്കാനുള്ള സകല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ അന്തിമ പ്രഖ്യാപനമാണ് പിതാവാന്തിമ സ്വർഗീയ സിംഹാസനം എന്ന് സംഭവിച്ചു തീർന്നു എന്ന് പ്രഖ്യാപിക്കുന്നതോട് നിറവേറപ്പെടുന്നത്. പിന്നീട് തുടങ്ങുന്നത് നാലാമത്തെ ആത്മവിശുദ്ധയാണ്. ദൈവം വെച്ചാൽ നാലാമത്തെ ആത്മവിശുദ്ധയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മൂന്നാമത്തെ ആത്മവിശുദ്ധ മുഴുവൻ മരുഭൂമി വെച്ച് കണ്ട മുഴുവനും തീർന്നു. നാലാമത്തെ ആത്മവിശുദ്ധയെക്കുറിച്ച് യോഹന്നാൻ ദർശിക്കുന്നതിന് മുമ്പായി അത് നാലാമത്തെ ആത്മവിശുദ്ധ നിത്യതയോടുള്ള ബന്ധത്തിലെ ദർശനങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം ഇവിടം കൊണ്ട് തീരുന്നതാണ്. ഒടുക്കത്തെ നാളോടുകൂടി ചേർന്ന് പുതിയ ആകാശഭൂമി പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ദർശനങ്ങൾ നടക്കാനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നാലാമത്തെ ആത്മവിവശത എന്നുള്ളത് അത് ഒരിക്കലും അവസാനമില്ലാത്തതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ആത്മവിശ്വയുടെ ബന്ധത്തിൽ അത് പൂർത്തീകരിക്കുമ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ സന്ദേശം കേൾക്കുമ്പോൾ എത്ര സന്തോഷമുള്ളവരായിരിക്കണം. അവിടെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഫിനിഷ് ചെയ്ത പ്രവർത്തികൾക്കായ നമ്മുടെ പാപത്തിന്റെ ജീവിതത്തെ കഥ പറഞ്ഞു. ഇറ്റ് ഇസ് ഫിനിഷ്. കഥാവ് വന്നപ്പോൾ കഥാവ് പറഞ്ഞു തീർന്നു. എൻ്റെ പാപജീവിതം അത് നീക്കിയിരിക്കുന്നത്, ഫിനിഷാക്കിയിരിക്കുന്നു. കുഞ്ഞാന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ട് നാം പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇള്ളും പാവം നമ്മളില്ലാതെ നമ്മളെ കർത്താവ് ശുദ്ധീകരിച്ച് കുഞ്ഞാന്റെ രക്തത്തിനായി സ്തോത്രം ചെയ്യാതെ തീർന്നു. ഒരു ക്രിസ്തുവിലായാൽ പുതിയതാകുന്നു, പഴയതെല്ലാം എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി. പഴയതെല്ലാം കഴിഞ്ഞുപോയി. അത് മാറ്റുവാൻ വേണ്ടിയാണ് യേശു നിവൃത്തീകരിച്ചത്. കർത്താവ് നിവൃത്തിയായെന്ന് പറഞ്ഞത് കുഞ്ഞാന്റെ രക്തം കൊണ്ടുള്ള വിടുതലിനായി രാത്രി ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവം വെച്ചാൽ നാലാമത്തെ ആത്മവിശുദ്ധി നടക്കുന്ന സംഭവങ്ങളുള്ള ബന്ധത്തിൽ കാര്യങ്ങൾക്ക് നാം പഠിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ആത്മവിശുദ്ധിയോടുകൂടി മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ എല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് യേശു ക്രിസ്തുവിന്റെ വരവ്, അവന്റെ ഭാവപരിഹാരത്തിന് വേണ്ടി വരേണ്ട കാര്യങ്ങൾ അത് സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. അതിനുശേഷമായി മേലാൽ സംഭവിക്കാനുള്ള വിഷയങ്ങളുള്ള ബന്ധത്തിൽ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത, സാധാനിക മഹോത്തരവും എതിർക്രിസ്തുവിന്റെ ഭരണം, അങ്ങനെ അതിനുശേഷം അതിനുള്ള ബന്ധത്തിലുള്ള 7 മുദ്ര, 7 കാകളം, 7 കലശത്തോടുകൂടി മൂന്നാമത്തെ കഷ്ടം സമാപിക്കുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ദർശനത്തോടുള്ള ബന്ധത്തിൽ തുടർന്ന് കാണുന്നത്. ആത്മവിശുദ്ധിയിലാണ് യോഹന്നാൻ 7 ഇടിനാഥ ബന്ധത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത്. ഒടുക്കത്തെ നാളോടുകൂടി കഴിഞ്ഞ് പുതിയ ആകാശ പുതിയ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചിരുന്നു. ബാക്കിയുള്ളത് കാണുന്നത് നിത്യതയോടുള്ള ബന്ധത്തിൽ ആണ് എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊണ്ട് ദൈവം വെച്ചാൽ നമുക്ക് അതേക്കുറിച്ച് നാളെ പഠിക്കാൻ ഒരിക്കലും അവസാനമില്ലാത്ത നിത്യതയുടെ പ്രാരംഭ നിത്യത പുതിയ ആകാശ പുതിയ ഭൂമിയിൽ അത് ആരംഭിക്കുന്നതിനെ കുറിച്ച് അതിന് മുമ്പായി ഇളാകുന്ന നിത്യനരകാഗ്നിയിലേക്ക് പോകേണ്ടതെല്ലാം പോകുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചു. ഒരിക്കലും അവസാനമില്ലാത്ത നിത്യനരകാഗ്നി ഉണ്ട്. അതുപോലെ ഒരിക്കലും അവസാനമില്ലാത്ത പുതിയ ആകാശ പുതിയ ഭൂമിയും ദൈവികമായ വാസവും മനുഷ്യരുടെ ഉണ്ടാകും. ആ സന്ദേശം കൈമാറിക്കൊണ്ട് രാത്രി ഞാൻ സന്ദേശം അവസാനം എടുക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ താൽക്കാലിക ജീവിതം 70, 80, 100 വർഷമാകാം. എന്നാൽ ഏത് പ്രായത്തിൽ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നാലും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിച്ച് മരിക്കുന്നതെങ്കിൽ കർത്താവിനോടുകൂടെ നമുക്ക് നിത്യതയിൽ കാണപ്പെടാൻ അവസാനമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വണ്ണമില്ലാത്ത
മുറവിളിയില്ലാത്ത മരണമില്ലാത്ത ഒരു ജീവിതം നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് ഈ വചനം വിശ്വാസവും സത്യമായതുകൊണ്ട് രാത്രി കരയുന്ന എല്ലാവരും പറഞ്ഞാട്ട് ഒരു ദിവസം വരാൻ പോകുന്നു. എൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കപ്പെടും, എൻ്റെ ഭാരമെല്ലാം മാറ്റപ്പെടും. അതായത് ഞാൻ അവനോടുകൂടെ നിത്യം വസിക്കും. അതായത് നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുന്നതോടുകൂടി നമ്മുടെ സകല ഭാരങ്ങളും ബലഹീനതകളെല്ലാം മാറും. നാം ബലഹീനതയിൽ മരിച്ചു പോകുമ്പോൾ ബലഹീനതയിലാണ് നാം വിതയ്ക്കപ്പെടുന്നത്. എന്നാൽ നാം ശക്തിയിൽ ഉയർത്തു വരും. അതോടുകൂടി പുനരുത്ഥാനത്തോടുകൂടി ലഭിക്കുന്ന ആ ദിവസത്തിലാണ് നമ്മുടെ ബലഹീനതകളെല്ലാം മാറി, കണ്ണുനീരെല്ലാം മാറി, എല്ലാ ദുഃഖവും മാറി കർത്താവോട് ചേരുന്നത് കൊണ്ട് യേശു കർത്താവ് മധ്യാകാശത്ത് വരുവാൻ സമയമായതുകൊണ്ട് ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് മാറുവാൻ, ശക്തിയിലേക്ക് ഉയർത്തപ്പെടുവാൻ, അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട് അവനോട് സദൃശായി തീർന്ന് കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത സ്വർഗീയ ആയ ആ സ്വർഗാസ്വർഗത്തിന്റെ അതേ പദവിയിലേക്ക് എത്തിച്ചേരുവാനുള്ള വലിയ നിയോഗം, ഒരു വിളി നമ്മുടെ മേലുള്ളത് കൊണ്ട് അതിനുവേണ്ടി ജീവിക്കണമെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വചനത്തിൽ വിരാൻ വിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.